നമസ്തേ, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുത്തൻപുരയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിച്ചുകൊണ്ട് പരിസ്ഥിതിയെ ചേർത്ത് പിടിക്കൂ എന്ന സന്ദേശം പങ്കുവച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിസ്ഥിതി ദിനം എല്ലാവരും ആചരിക്കേണ്ടത്. നമുക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്യാം. മറ്റു പ്രധാന വാർത്തകളുമുണ്ട്, നോക്കാം തലക്കെട്ടുകൾ. ബംഗളൂരു ദുരന്തത്തിൽ മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. പരിക്കേറ്റ 47 പേരും അപകടനില തരണം ചെയ്തു. IPL ഭരണസമിതിയോട് റിപ്പോർട്ട് തേടി BCCI. അണിഞ്ഞൊരുങ്ങി അയോധ്യ. രാംദർബാറിൽ സീതാസമേത ശ്രീരാമ പ്രാണപ്രതിഷ്ഠ ഇന്ന്. ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. ഭക്തിസാന്ദ്രം സന്നിധാനം. ശബരിമലയിൽ പ്രതിഷ്ഠാദിനം ഇന്ന്. അയ്യനെ വണങ്ങി ഭക്തസഹസ്രങ്ങൾ. ഇന്ന് ലോക പരിസ്ഥിതി ദിനം. സന്ദേശം പ്ലാസ്റ്റിക് ഉന്മൂലനം. കേരള തീരം കടലെടുക്കുമെന്ന പ്രവചനം യാഥാർത്ഥ്യമാകുന്നതായി രാജ്യാന്തര കായൽ കൃഷി ഗവേഷണ കേന്ദ്രം ഡയറക്ടർ. നിലമ്പൂരിൽ പ്രചാരണം കടുപ്പിച്ച മുന്നണികൾ. പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം ഇന്ന്. NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. പോർച്ചുഗൽ UEFA നേഷൻസ് ലീഗ് ഫൈനലിൽ. സെമിയിൽ ജർമ്മനിയെ തകർത്തത് 1-2 ഗോളുകൾക്ക്. രണ്ടാം നേഷൻസ് ലീഗ് കിരീടമെന്ന നേട്ടത്തിനരികെ ക്രിസ്ത്യാനോയും സംഘവും. ആദ്യം പോകുന്നത് ശബരിമല സന്നിധാനത്തേക്കാണ്. പ്രതിഷ്ഠാ ദിനമാണ് ഇന്ന്. ശബരീശനെ വണങ്ങി ഭക്തസഹസ്രങ്ങൾ. ഈ ദിനം ഭഗവാനെ തൊഴാൻ കഴിയുന്നത് ഏറെ പുണ്യമെന്ന് ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി. അതിനാൽ അന്യദേശങ്ങളിൽ നിന്നടക്കം ആയിരങ്ങളാണ് ഭഗവാനെ ദർശിക്കാൻ എത്തുന്നതെന്നും അദ്ദേഹം ജനം TVയോട് പറഞ്ഞു. ശബരിമലയിൽ നിന്നും അരുൺ കൊടുങ്ങൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന്. പ്രതിഷ്ഠാ ദിനമാണ്. ഇടവ മാസത്തിലെ അത്തം ദിനത്തിലാണ് ഈ പ്രതിഷ്ഠാ ദിനം നടക്കുക. എന്തായാലും പ്രതിഷ്ഠാ ദിന വിശേഷങ്ങളുമായി മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നമുക്കൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങുകൾ? എങ്ങനെയാണ്? ശരണം അയ്യപ്പ. നമ്മുടെ ദേവൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറയുന്നത് പ്രതിഷ്ഠാ ദിനമാണ്. അതുപോലെ ഉത്സവകാലം, മറ്റ് മണ്ഡലകാലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഏറ്റവും വിശേഷാലായിട്ട് നമ്മൾ ആചരിക്കപ്പെടുന്ന ഒരു ദിവസമാണ് പ്രതിഷ്ഠാ ദിനം. ഭഗവാന് വിശേഷാൽ പൂജകളെ കൊണ്ടും അഭിഷേകങ്ങളെ കൊണ്ടും നാളെ ഭഗവാന് പ്രത്യേക പൂജകളൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. ഭഗവാന്റെ ആ അനുഗ്രഹം എല്ലാ മനുഷ്യരിലും എത്തിച്ചേരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഈ വിശേഷ ദിവസം ഇവിടെ ഭഗവാന്റെ അടുത്ത് എത്തിച്ചേർന്ന് അദ്ദേഹത്തെ ദർശിക്കാനും അവിടുത്തെ അനുഗ്രഹിക്കാനും ഒക്കെ കിട്ടിയത് എല്ലാവർക്കും വളരെ ഒരു അനുഗ്രഹമാണ്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. ഇന്നത്തെ ഒരു ദിവസം ഭഗവാന് മുന്നിലേക്ക് എത്തുക എന്നത് ഒരു ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും പുണ്യമായ ഒരു കാര്യമാണ്. അന്യ സംസ്ഥാനങ്ങളടക്കമുള്ള ഒരു ഭക്തരുടെ ഒരു തിരക്ക് നമുക്ക് ഇവിടെ ദർശിക്കാനാകുന്നില്ല. തീർച്ചയായും ഈ പ്രതിഷ്ഠാ ദിനോത്സവം എന്ന് പറയുന്നത് ഭഗവാന്റെ എല്ലാവരും വന്ന് ദർശിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. പിന്നെ ഇപ്പം നമ്മൾക്ക് പ്രകൃതിയുടെയൊക്കെ ഒരു സാഹചര്യങ്ങളൊക്കെ കൊണ്ട് ഒരല്പം ആൾക്കാരൊക്കെ കുറയുന്നുണ്ട്. എന്നാലും അതൊന്നും വകവെക്കാതെ എല്ലാവരും ഭഗവത് ദർശനത്തിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. സ്വാമി ശരണം. തീർച്ചയായും ഇന്നലെ നട തുറന്ന ആ സമയം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമല സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം അരുൺ കൊടുങ്ങൂർ, ജനം സന്നിധാനം. അരുൺ കൊടുങ്ങൂർ സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, ഇതൊരു വലിയ പുണ്യദിനമായി എല്ലാവരും കണക്കാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ ആളുകൾ ദർശനത്തിനായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടോ? തിരക്ക് എങ്ങനെയാണ്?
വീണ, ഇന്ന് രാവിലെ പുലർച്ചെ 5 മണിക്കാണ് നട തുറന്നത്. നട തുറന്നപ്പോൾ മുതൽ ഒരു ഭക്തജന പ്രവാഹമുണ്ടായിരുന്നു. ആ ഒരു തിരക്കിന് ഇന്നൊരു നേരിയ കുറവുണ്ട്. ഇന്നലെ 3500-ലധികം ഭക്തരായിരുന്നു സന്നിധാനത്ത് ദർശനത്തിനായി എത്തിയിരുന്നത്. ഇന്നും അതിന് സമാനമായുള്ള ഒരു തിരക്കാണ് ഉണ്ടാകുന്നത്. നേരത്തെ ശബരിമല മേൽശാന്തി പറഞ്ഞതുപോലെ തന്നെ ശബരിമലയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എടുത്തു പറയേണ്ടത്. ഭഗവാനെ ഇന്ന് ദർശിക്കുക, ഭഗവാന്റെ മുന്നിലേക്ക് ഈ പ്രതിഷ്ഠാ ദിനത്തിൽ എത്തുക എന്നത് ഏറെ ശ്രേഷ്ഠമാണ്, ഏറെ പുണ്യമാണ്, ഏറെ പാവനമാണ് എന്നാണ് ഭക്തസഹസ്രങ്ങളൊക്കെ തന്നെയും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഭക്തർ, മലയാളികളും അന്യ സംസ്ഥാനത്തുള്ള ഭക്തരും ഒക്കെ തന്നെ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കിന് നേരിയ ഒരു കുറവുണ്ട്. എന്തായാലും പുലർച്ചെ നട തുറന്ന ആ ഒരു സമയം മുതൽ തന്നെ ഒരു വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. നെയ്യഭിഷേകം നടത്തുവാനടക്കം ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. ഏതായാലും ആ ഒരു തിരക്കിന് ഇപ്പോൾ നേരിയ ഒരു കുറവുണ്ട്. ഇന്ന് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി 9:50ഓടെയാണ് ഈ നട അടയ്ക്കുക. പ്രതിഷ്ഠാദിന പൂജകൾ പൂർത്തിയാക്കി നടയടയ്ക്കുക. എന്തായാലും ഈ ഒരു പുണ്യ ദിനത്തിൽ, ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിനത്തിൽ അയ്യപ്പന് മുന്നിലേക്ക് എത്തിയ ഒരു കുഞ്ഞയ്യപ്പനുണ്ട്. അയ്യന് മുന്നിൽ ആദ്യ അന്നം കഴിക്കാനെത്തിയ ഒരു കുഞ്ഞാണ്. എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്, തിരുവില്ലാമല സ്വദേശം. ഈ ഒരു ദിവസം തിരഞ്ഞെടുത്തതാണ്. അയ്യപ്പൻ്റെ പിറന്നാളാണെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ കുഞ്ഞിന് അന്നദാനം കൊടുക്കാൻ, അതായത് ചോറൂണ് എന്ന് പറയും, അതിനു വേണ്ടി വന്നതാണ്. വലിയൊരു പുണ്യമാണ് ഇന്നത്തെ ഈ ഒരു ദർശനമാണ്. ഇന്ന് അയ്യപ്പൻ്റെ പിറന്നാൾ ദിവസം തന്നെ നമുക്ക് കുഞ്ഞിന് അന്നം കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു ഒന്നാമത്തെ അന്നദാന പ്രഭുവാണ് അയ്യപ്പൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. എല്ലാ വർഷവും വരാറുണ്ടോ? എങ്ങനെയാണ്? എല്ലാ വർഷവും ഞങ്ങൾ സീസണിലും വരാറുണ്ട്, അല്ലാതെയും വരാറുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഫാമിലി ആയിട്ടാണ്. വൈഫും മോനും നമ്മുടെ ഒരു സുഹൃത്തും പമ്പയിൽ നിൽപ്പുണ്ട്. ഞങ്ങൾ 3 പേരുമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഒരു അന്നദാന പ്രഭുവാണ്. ആ ഒരു ദിവസം തന്നെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെ ഇവിടേക്ക് എത്തി കുഞ്ഞിന് അന്നദാനം കൊടുക്കുക. ഇനി അല്പസമയങ്ങളിൽ അന്നദാന ചടങ്ങുകളൊക്കെ തന്നെ തുടങ്ങും. ആ ഒരു കാര്യം തന്നെയല്ലേ ഏറ്റവും വലിയ പുണ്യമായ ദിനമല്ലേ ഇന്ന്? അതുതന്നെയാണ് ഏറ്റവും വലിയ പുണ്യം നമുക്ക് കിട്ടാനും പോകുന്നത്. വളരെ സന്തോഷം. എങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം ഭഗവാന്റെ അടുത്തേക്ക് എത്തുക എന്നത്? വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഏപ്രിൽ 17 വന്നിരുന്നു. എൻ്റെ ഇത് 20ാമത്തെ മലയാണ്. അപ്പോൾ 20ാമത്തെ മലയിൽ ഇതുപോലെ ഒരു പ്രതിഷ്ഠാദിനത്തിൽ ചോറൂണിന് സുഹൃത്തിൻ്റെ മക്കൾ കൊണ്ടുവന്ന്, എനിക്ക് ടിൻസാണുള്ള, അവരെ ഇവിടെയാണ് ചോറ് കൊടുത്തത് 3.5 വയസ്സിൽ. വളരെ സന്തോഷമുണ്ട്. മഴ മാറുന്നൊരു അന്തരീക്ഷം, ഭഗവാന്റെ സഹായം കൊണ്ട്. ഇത്രയും ദിവസം മഴയായിരുന്നല്ലോ, അപ്പോൾ മഴയൊന്നുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഇതുവരെ മഴ പെയ്തിട്ടില്ല. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ ശുഭകരമായിട്ടുള്ള നല്ലൊരു ദിവസം. സന്തോഷം. തീർച്ചയായും ഈ അന്നദാനത്തിലടക്കം പങ്കെടുത്തുകൊണ്ടാണ് ഭക്തരൊക്കെ തന്നെയും ഇവിടെ നിന്ന് മടങ്ങുക. എന്തായാലും അല്പസമയത്തിൽ ചോറൂണ് ചടങ്ങുകളൊക്കെ തന്നെ നടക്കുകയും ചെയ്യും. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മഴ മാറിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പത്തനംതിട്ടയിൽ വലിയ രീതിയിലുള്ള കനത്ത മഴ അനുഭവപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു ചെറിയ ആശങ്ക തന്നെയായിരുന്നു. എന്തായാലും മുൻകരുതൽ നടപടികളൊക്കെ തന്നെ എടുത്തുകൊണ്ടായിരുന്നു ഈ ഒരു പ്രതിഷ്ഠാ ദിനത്തിൽ നട തുറക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ തെളിഞ്ഞ ഒരു കാലാവസ്ഥയാണ്, ഭക്തർക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിൽ ഉള്ളത്. വീണ. ഓക്കെ, ശരി അരുൺ. ഏതായാലും തിരക്ക് വർദ്ധിക്കാനുള്ള സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്ന് അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥ അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പ്രതിഷ്ഠാ ദിനമാണ്, പുണ്യദിനമാണ്. അയോധ്യയിൽ നിന്ന് പ്രാണപ്രതിഷ്ഠ. അയോധ്യ രാമസ്വാമി ക്ഷേത്രത്തിലെ 2ാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പ്രധാന ദിവസം ഇന്നാണ്. സീതാസമേതനായുള്ള ശ്രീരാമ വിഗ്രഹം ക്ഷേത്രത്തിന്റെ 1ാം നിലയിലെ രാം ദർബാറിൽ രാവിലെ 11 മണിയോടെ പ്രതിഷ്ഠിക്കും. ഉപദേവതകളുടെ പ്രതിഷ്ഠാകർമ്മവും ഇതിനൊപ്പം നടക്കും. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് യജമാന സാന്നിധ്യമാകും. ചടങ്ങുകളോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, 11 മണിയോടുകൂടിയാണ് പ്രതിഷ്ഠാ കർമ്മം നടക്കുക. അതിന് മുന്നോടിയായി എന്തൊക്കെ ചടങ്ങുകൾ ഇന്ന് പ്രധാനമായി ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. 2ാം പ്രാണപ്രതിഷ്ഠയാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം, അയോധ്യയിൽ രാംലല്ല പ്രതിഷ്ഠ നടന്നതിന് ശേഷം ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഇനിയും അവിടെ ബാക്കിയുണ്ട് എന്ന് നമുക്കറിയാം. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ന് രാം ദർബാറിൽ 11 മണിയുടെ 1ാം നിലയിലുള്ള സ്ഥലമാണ് ഈ രാം ദർബാർ. അവിടെയാണ് സീതാസമേതനായുള്ള ശ്രീരാമ പ്രതിഷ്ഠ
നടക്കുക. യോഗി ആദിത്യനാഥാണ് യജമാന സാന്നിധ്യം ആവുക. കഴിഞ്ഞ 3 ദിവസമായി അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. ഗൗതം ചേരുന്നുണ്ട്. ഗൗതം, ഇന്ന് ഈ പ്രാണപ്രതിഷ്ഠ നടക്കുന്നതിന് മുന്നോടിയായി ഇന്നത്തെ പ്രധാനപ്പെട്ട ഈ ദിവസം എന്തൊക്കെ ചടങ്ങുകൾ അതിന് മുന്നോടിയായി ഉണ്ട്? വീണ, അയോധ്യയിലെ രണ്ടാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്കാണ് ഇന്നിപ്പോൾ ഈ പുണ്യനഗരിയായിട്ടുള്ള അയോധ്യ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാവിലെ 11 മണിക്കാണ് ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഇതിന് മുന്നോടിയായുള്ള മറ്റു ചടങ്ങുകൾ, അതായത് ഈ കളഭഘോഷയാത്ര ഉൾപ്പെടെയുള്ള ചടങ്ങുകളും മറ്റ് മന്ത്രോച്ചാരണങ്ങൾ ജപിക്കുന്നതായിട്ടുള്ള ചടങ്ങുകളുമൊക്കെ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഈ അയോധ്യ ക്ഷേത്രത്തിനകത്തും അതോടൊപ്പം തന്നെ നഗരത്തിലുമൊക്കെയായി നടന്നു വരുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് രാവിലെ 11 മണിക്ക് രാം ദർബാറിലും അതോടൊപ്പം തന്നെ ഏതാണ്ട് 7 ഉപദേവതാ ക്ഷേത്രങ്ങളുടെയും പ്രാണപ്രതിഷ്ഠയാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ വിശിഷ്ട അതിഥിയായി UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയാകും ഈ ചടങ്ങുകൾ രാമക്ഷേത്രത്തിനകത്ത് നടക്കുക. നമുക്കറിയാം, അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിൽ പ്രധാനപ്പെട്ട ശ്രീകോവിലിൽ രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ വർഷം ജനുവരി മാസം 22-ന് നടന്നിരുന്നു. അതിനുശേഷം ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ 2ാം ഘട്ടമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 1ാമത്തെ നിലയിലെ രാം ദർബാറാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. രാം ദർബാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഭഗവാൻ ശ്രീരാമൻ്റെയും ലക്ഷ്മണസ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും വിഗ്രഹങ്ങൾ അടങ്ങുന്നതാണ് രാം ദർബാർ. ഭഗവാൻ ശ്രീരാമൻ്റെ ഐതിഹാസികമായ 14 വർഷത്തെ വനവാസ ജീവിതവും അതെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് പൊതുവെ ഉത്തരേന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ ഈ രാം ദർബാറുകൾ പൊതുവെ ഉണ്ടാകാറുണ്ട്. ഏതായാലും അതിൻ്റെ വിശാലമായ ഒരു രാം ദർബാറാണ് ഇപ്പോൾ ഈ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൻ്റെ 1ാം നിലയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നു. അതോടൊപ്പമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് ചുറ്റുമായുള്ള 7 ഉപദേവതാ ക്ഷേത്രങ്ങളുടെ പ്രാണപ്രതിഷ്ഠ കൂടി ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. ഇന്ന് സരയൂ ജയന്തി കൂടിയാണ്. അതൊരു സവിശേഷമായ ദിവസമാണ്. സരയൂ ജയന്തി പൊതുവെ അയോധ്യയിൽ വിപുലമായി ആഘോഷിക്കാറുണ്ട്. അതിനൊപ്പമാണ് ഈ 2ാം പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ഇന്നിപ്പോൾ അയോധ്യയിൽ നടക്കുന്നത്. അതിനാൽ സരയൂ ജയന്തി ആഘോഷം സരയൂ നദിയുടെ തീരത്തും അതോടൊപ്പം തന്നെ അയോധ്യ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നടക്കും. അതിനൊപ്പമാണ് ഈ 11 മണി മുതൽ ഉച്ചവരെ നീണ്ടു നിൽക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് അകത്ത് നടക്കുക. അപ്പോൾ ക്ഷേത്രത്തിനകത്തും വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നു. ഒപ്പം പുറത്ത് സരയൂ ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള പൊതുപരിപാടികളും നടക്കും. ഇതാണ് ഇന്നിപ്പോൾ അയോധ്യയിലെ വിശേഷിച്ച് നടക്കാൻ പോകുന്ന പരിപാടികൾ. വീണ. ഓക്കെ, ശരി ഗൗതം. അതേസമയം ഗൗതം, മറ്റൊരു റിപ്പോർട്ടിലേക്ക് നമ്മൾ പോയാൽ ഈ IPL കന്നി കിരീടനേട്ടം ആഘോഷിക്കാനെത്തിയതിനിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുന്നുവെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അറിയിച്ചതാണ്. മജിസ്ട്രേറ്റ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മജിസ്ട്രേറ്റ് തല അന്വേഷണം 15 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് അറിയുന്നു. ഗൗതം, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം അല്ലെങ്കിൽ സർക്കാർ നടപടി ഉണ്ടായിരിക്കുന്നത്? വീണ, ഇപ്പോൾ ഈ IPLുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഈ ആഘോഷം ഒരു ദുരന്തമായി മാറിയതോടുകൂടി കർണാടക സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. കാരണം ഈ ആഘോഷത്തിൽ ഇത്രയും അധികം ആളുകൾ കൂടിയിട്ടും അതിന് വേണ്ട രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളും പൊതുസമൂഹവും എല്ലാം സർക്കാരിനെതിരെ ഈ വിഷയത്തിൽ തിരിഞ്ഞ ഘട്ടത്തിലാണ്. സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണെങ്കിലും കർണാടകയിലെ കോൺഗ്രസ് സർക്കാരാണെങ്കിലും തയ്യാറായിട്ടുള്ളത്. നിലവിൽ സർക്കാർ വിശദീകരിക്കുന്നത് 50,000-നടുത്ത് പോലീസുകാരുണ്ടായിരുന്നു എന്നൊക്കെയുള്ളതാണ്. പക്ഷേ വസ്തുത എന്നത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലൂടെ കാണാൻ സാധിക്കും. അവിടെ തിക്കും തിരക്കും ഉണ്ടാകുന്ന ഘട്ടത്തിൽ അതിനെ നിയന്ത്രിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്ര വലിയൊരു ദുരന്തം, ഒരാഘോഷം ഒരു ദുരന്തമായി മാറാനുള്ള കാരണം. നമുക്കറിയാം, ഇതിനേക്കാട്ടിൽ വലിയ ആൾക്കൂട്ടമാണ് കഴിഞ്ഞ വർഷം ഭാരതം 2020 ലോകകപ്പ് നേടിയ സമയത്ത് ഭാരതത്തിൻ്റെ ക്രിക്കറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിക്കറ്റിൻ്റെ ഈറ്റില്ലമായി നമ്മൾ പൊതുവെ വിശേഷിപ്പിക്കുന്ന മുംബൈ നഗരത്തിലുണ്ടായ ആൾക്കൂട്ടം ഇതിൻ്റെ 10 മടങ്ങായിരുന്നു. കാരണം അത് ഒരു ലോകകപ്പ് നേടി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ താരങ്ങൾ തിരിച്ചു വരുന്ന ഘട്ടത്തിലുണ്ടായ ആഘോഷവും IPL ആഘോഷവുമായി താരതമ്യം ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം മുംബൈയിൽ അന്ന് നടന്നത് അത്രത്തോളം വലിയ ആഘോഷവും വലിയ ആൾക്കൂട്ടവുമാണ്. പക്ഷേ അവിടെ ഒന്നും ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാതെ അതൊക്കെ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിരുന്നു. പക്ഷേ ഈ IPLുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷം നിയന്ത്രിക്കുവാൻ അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് ഇപ്പോൾ കർണാടകയിലെ
സർക്കാരിനെതിരെ ഉയരുന്നത് എന്നുള്ളതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ ഒരു ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും തൻ്റെ സർക്കാരിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നൊരു തുറന്നു പറച്ചിലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മജിസ്റ്റേറിയൽ അന്വേഷണവും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലത്തെ തിരക്കിൽ 11 പേർക്കാണ് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ടത്. അതിൽ 14 വയസ്സ് ഉള്ള കൊച്ചുകുട്ടിയും സ്ത്രീകളും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. 8 പേർ ബംഗളൂരു സ്വദേശികൾ തന്നെയാണ്. നിരവധി പേർക്ക് ഏതാണ്ട് 50ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. വീണ, ഗൗതം, ആ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികം ആളുകൾ 10 മടങ്ങ് ആളുകൾ തടിച്ചുകൂടിയതാണ് ഈ പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് എന്ന് പറയുമ്പോൾ തന്നെ ഇത് മുൻകൂട്ടി കാണാൻ എന്തുകൊണ്ട് കഴിയാതെ പോയി, ഇത് മുൻകൂട്ടി കാണാതെ എങ്ങനെ ഇങ്ങനൊരു ആഘോഷം സംഘടിപ്പിച്ചു എന്ന ചോദ്യങ്ങളൊക്കെയും ബാക്കി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 22ഓളം ഗേറ്റുകളുള്ള സ്റ്റേഡിയത്തിൽ 3 ഗേറ്റുകൾ മാത്രം തുറന്നു വയ്ക്കുക, 3 ലക്ഷത്തിലധികം ആളുകൾ തടിച്ചുകൂടുമ്പോൾ ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു പരിപാടിയായിരിക്കും. എങ്ങനെ ഈ 3 ലക്ഷം ആളുകൾ അവിടെ തടിച്ചുകൂടി, അത് തടിച്ചുകൂടും എന്ന് അറിയാൻ കഴിയാതെ പോയ സാഹചര്യം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വീണ, അതുതന്നെയാണ് ഇപ്പോൾ വലിയ വിമർശനം ഈ കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയരാനുള്ള കാരണം. അതായത് ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഇത്തരം ഒരു ട്രോഫി നേടുന്ന ഘട്ടത്തിൽ ബംഗളൂരു നഗരത്തിൽ വലിയ ആഘോഷമുണ്ടാകുമെന്നത് സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസമാണ് ഈ ഫൈനൽ മത്സരം നടക്കുന്നത്. ഈ ടീം വിജയിച്ചതിനെ തുടർന്ന് അന്ന് രാത്രി തന്നെ ബംഗളൂരുവിൽ വലിയ ആഘോഷങ്ങൾ നടന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ആ ആഘോഷം കണ്ടാൽ തന്നെ നമുക്കറിയാം അടുത്ത ദിവസം ഈ ട്രോഫിയുമായി ടീം എത്തുന്ന ഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, അല്ലെങ്കിൽ ആ ഒരു ട്രോഫിയുമായി താരങ്ങൾ എത്തുന്ന ഘട്ടത്തിൽ എത്രത്തോളം വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകും എന്നത് സംബന്ധിച്ച് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അത്തരം ഒരു ഉത്തരവാദിത്തം പോലും അവർക്കുണ്ടായിരുന്നില്ല. ഇത്ര വലിയ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് വളരെ മുൻപ് തന്നെ അതിൻ്റെ സൂചനകൾ ലഭിച്ചതാണ്. ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിജയിക്കുന്ന ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ആഘോഷം കാണുമ്പോൾ സ്വാഭാവികമായും സാധാരണ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും അത് വലിയൊരു ആഘോഷമായി അടുത്ത ദിവസം ഉണ്ടാകും. അതിൻ്റെ തുടക്കമാണ് ഈ രാത്രിയിൽ നമ്മൾ കാണുന്നത് എന്ന് തിരിച്ചറിയാൻ ഏതൊരു വ്യക്തിക്കും സാധിക്കേണ്ടതാണ്. പക്ഷേ അത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിമർശനം എന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു വലിയ ദുരന്തം നഗരത്തിൽ ഉണ്ടായത്, പ്രത്യേകിച്ച് ബംഗളൂരു പോലെ ഒരു IT നഗരത്തിൽ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത് എന്ന വിമർശനം ഇപ്പോൾ വിവിധ കോണുകളിൽ ശക്തമാവുകയാണ്. അത് സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനങ്ങൾക്കെതിരെയുമെല്ലാം BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഇതിനകം തന്നെ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ BJPയുടെ പ്രതിഷേധവും മറ്റും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ ദുരന്തത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും തൻ്റെ സർക്കാരിന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് പിന്മാറാൻ കഴിയില്ല എന്നൊരു ഏറ്റുപറച്ചിലുമായി ഇപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതിന് ഇത്തരമൊരു റാലി, ആഘോഷ റാലിയൊക്കെ നടത്തുമ്പോൾ അതിന് കൃത്യമായ നിർദ്ദേശം, നിയന്ത്രണം ഒക്കെ കൊണ്ടുവരേണ്ടതുണ്ട്. അതെല്ലാം കൊണ്ടുവന്നതിന് ശേഷമാണ് അതിന് അനുമതി നൽകേണ്ടതുമൊക്കെ. അപ്പോൾ ഈ ആഘോഷ റാലിക്ക് അനുമതി ഇല്ലായിരുന്നു, അനുമതി നൽകിയിരുന്നില്ല എന്ന വാർത്തകളുമുണ്ട്. അതേസമയം അനുമതി നൽകാത്തൊരു റാലി നടക്കുമ്പോൾ അത് നിയന്ത്രിക്കാനോ തടയാനോ ശ്രമിച്ചില്ല എന്നതടക്കം കുറ്റങ്ങളും ബാക്കി നിൽക്കുന്നു. ഗൗതം, ഇത്തരമൊരു ആഘോഷത്തിന് അനുമതി നൽകിയിരുന്നില്ല എന്നതും ഇതോടൊപ്പം തന്നെ വലിയ വിവാദത്തിന് വഴിവെക്കുന്ന ഒന്നാണ്. കാരണം മുൻകൂട്ടി അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിൽ ഈ ആഘോഷ പരിപാടികൾക്ക് ഈ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ആരാധകരാണെങ്കിലും എത്തിച്ചേരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ ആൾക്കൂട്ടം അവിടെ ഉണ്ടാകുമെന്നത് മുൻകൂട്ടി തിരിച്ചറിയേണ്ട ഒന്നായിരുന്നു. കാരണം സ്വാഭാവികമായും ഇതിൻ്റെ ആഘോഷ പരിപാടികൾ തൊട്ട് മുൻപുള്ള ദിവസം തന്നെ തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ വലിയ ആഘോഷത്തിന് ഉള്ള ഒരു തുടക്കം ആ ദിവസം രാത്രി തന്നെ ആരംഭിച്ചതാണ്. അത് വകവയ്ക്കാതെ വീണ്ടും തൊട്ടടുത്ത ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടം വീണ്ടും ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ഇതൊരു ദുരന്തമായി മാറുന്ന പശ്ചാത്തലമുണ്ടായത്. നിലവിൽ സർക്കാർ പറയുന്നത് ഏതാണ്ട് 50,000-നടുത്ത് പോലീസുകാരെ നഗരത്തിൽ വിന്യസിച്ചു എന്നുള്ളതാണ്. പക്ഷേ അത് പൊള്ളയായിട്ടുള്ള വാദമാണ് എന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും ഈ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ കാര്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പിടിച്ചു തള്ളുകയും ചെറിയ തോതിലുള്ള ഉന്തും തള്ളുമൊക്കെ ഈ തിരക്ക് കൂടുന്ന സമയത്തുണ്ടായിരുന്നു. ഒപ്പം ധാരാളം കൊച്ചുകുട്ടികളും അതോടൊപ്പം തന്നെ സ്ത്രീകളുമൊക്കെ ഈ ആഘോഷ പരിപാടിയുടെ ഭാഗമാകാനായി എത്തുന്നുണ്ടായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. പക്ഷേ അതിനെ ഒന്നും തന്നെ നിയന്ത്രിക്കുവാനുള്ള
ഒരു തരത്തിലുമുള്ള ക്രമീകരണങ്ങൾ അവിടെ സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിരുന്നില്ല എന്നതാണിപ്പോൾ ഈ ദുരന്തം ഇത്രത്തോളം ഏതാണ്ട് 11 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ 50-നടുത്ത ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുന്നത്. അതിനാൽ ഈ സംഭവത്തിലൊരു മജിസ്ട്രേറിയൽ അന്വേഷണം കൊണ്ട് മാത്രം ഈ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം അടങ്ങും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാരണം വ്യാപകമായ പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ ഈ ടീം മാനേജ്മെൻറ്റ് ഇതിന് അനുമതി ഉൾപ്പെടെ തേടിയിരുന്നില്ല എന്ന രീതിയിലുള്ള വിമർശനവും ഇപ്പോൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. അതിനാൽ ഇത്തരം വിഷയങ്ങളിലൊക്കെ വരും ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ളവർ മറുപടി പറയേണ്ടി വരും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിലെ സ്വർണം റിസർവ് ബാങ്കിന്റെ നിക്ഷേപ പദ്ധതിയിലേക്ക് മാറ്റുന്നതിൽ എതിർപ്പുമായി ക്ഷേത്ര സംരക്ഷണ സമിതി. ദേവാഭരണം ഉരുക്കാനും ബാങ്കിലേക്ക് മാറ്റാനും ദേവസ്വം ബോർഡിന് അധികാരമില്ലെന്നിരിക്കെയാണ് നീക്കം. ഓരോ ക്ഷേത്രത്തിന്റെയും തിരുവാഭരണം കൂട്ടുസ്വത്താക്കി നിക്ഷേപിക്കാനുള്ള നീക്കം ആസൂത്രിതമെന്നാണ് സമിതിയുടെ വാദം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, എന്തൊക്കെയാണ് ഇതിന്മേൽ ഉയരുന്ന വാദങ്ങൾ? ഇത്തരമൊരു നീക്കത്തിനെ എങ്ങനെയൊക്കെയാണ് എതിർക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 535 കിലോയോളം വരുന്ന ആഭരണങ്ങളാണിപ്പോൾ അതിനെ നിക്ഷേപമായി മാറ്റാനൊരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഇതിന് ഹൈക്കോടതിയുടെ ഒരു അനുമതിയും ഹൈക്കോടതി ദേവസ്വം ബോർഡ് ബെഞ്ചും ഇതിനൊരു അനുമതി നൽകിയെന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭക്തരോടുള്ളൊരു വെല്ലുവിളി, അതായത് ഭക്തരുടെ അഭിപ്രായം മനസ്സിലാക്കാതെ കേൾക്കാതെയാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നാണ് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി പറയുന്നത്. കാരണം ഇതിൽ അങ്ങനെ ഒരു കൂടിയാലോചന ക്ഷേത്ര സംഘടനകളുമായിട്ടോ അല്ലെങ്കിൽ ഭക്തരുമായിട്ടോ അല്ലെങ്കിൽ ഭക്തരുടെ സംഘടനകളുമായിട്ടോ ഒന്നും ഒരു കൂടിയാലോചനകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. അത് ഭക്തരോടുള്ള വെല്ലുവിളി എന്ന് മാത്രമല്ല, ഒരു ആചാര ലംഘനം എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഈ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് ഒരു വാർത്താക്കുറിപ്പിലൂടെയാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ ഭക്തർ ഓരോ ക്ഷേത്രങ്ങളിലും കാണിക്കയായിട്ട് അർപ്പിക്കുന്നതാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. വിവിധ അവരുടെ ഒരു അഭീഷ്ടസിദ്ധി അടക്കമുള്ള കാര്യങ്ങൾക്കായിട്ട് കാണിക്കയായും നേർച്ചയായും ഒക്കെ എത്തുന്ന സ്വർണ്ണമാണ്. ആ സ്വർണം ഇത്തരത്തിൽ ഒരു ചിലവാക്കാൻ അല്ലെങ്കിൽ ഇത്തരം രീതിയിലൂടെ അതിനെ ഉരുക്കിയോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ നശിപ്പിക്കാൻ പാടുള്ളതല്ല. അത് ഒരു ക്ഷേത്ര സംസ്കാരത്തിനും ഭക്തരോടുമൊക്കെ ഉള്ളൊരു വെല്ലുവിളിയാണ്. അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, ഇത് ഒരു പൈതൃക സ്വത്തായി കണക്കാക്കേണ്ടതാണ്. ദേവന് കിട്ടുന്ന കാണിക്കയായിട്ട് കിട്ടുന്ന ഇത്തരം സ്വർണം കൊണ്ടുള്ള വസ്തുക്കൾ അത് എന്ത് തന്നെയായാലും അതിനെ ഒരു കാണിക്കയായിട്ട് കണക്കാക്കേണ്ടതാണ്, അല്ലെങ്കിൽ അതിനെ ഒരു അമൂല്യ സ്വത്തായിട്ട് കണക്കാക്കേണ്ടതാണ്. അങ്ങനെ ഒരു ഇത്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ബാങ്കിൽ നിക്ഷേപിച്ചുകൊണ്ടൊരു നിക്ഷേപമാക്കി മാറ്റിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ അത് നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഒരു സാഹചര്യം ഉണ്ടാകുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്ര സംരക്ഷണ സമിതി രംഗത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൽ അടിയന്തരമായിട്ട് ഇടപെടൽ ഉണ്ടാകണമെന്നും പറയുന്നുണ്ട്. കാരണം ഈ നീക്കം ഉപേക്ഷിച്ചുകൊണ്ടുള്ളൊരു ഇടപെടൽ ഉണ്ടാകണമെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി പറയുന്നു. അല്ലെങ്കിൽ തുടർന്നൊരു പ്രക്ഷോഭങ്ങൾ അടക്കമുണ്ടാകും എന്നും അറിയിക്കുകയും ചെയ്യുന്നു. കാരണം ദേവസ്വം ബോർഡിൻ്റെ സ്വത്തുക്കൾ ദേവൻ്റെ സ്വത്തുക്കളാണ്. ആ ദേവൻ്റെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു പോകുന്നതും അന്യാധീനപ്പെട്ടു പോകുന്നതും ശരിയല്ല എന്നതാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വാദം. അതുകൊണ്ട് തന്നെ നീക്കം എന്തു തന്നെയായാലും ഉപേക്ഷിക്കണം. 535 കിലോയോളം വരുന്ന സ്വർണ്ണമാണ് ഇത്തരത്തിൽ വിവിധ ദേവസ്വം ബോർഡിൻ്റെ വിവിധ ക്ഷേത്രങ്ങളിലായിട്ടുള്ളത്. അതിൽ ആ സ്വർണ്ണമാണിപ്പോൾ ബാങ്കിലേക്ക് മാറ്റിക്കൊണ്ട് അതിനെ നിക്ഷേപമാക്കി മാറ്റുവാനൊരു നീക്കം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നടക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി ഒരു പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. നേരത്തെ അതിനൊരു കാരണം പറയുകയും ചെയ്തു. നേരത്തെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ സ്വർണ്ണക്കുലയും സ്വർണ്ണച്ചേനയും എല്ലാം ഈ സമാനമായ രീതിയിൽ നിക്ഷേപമാക്കി മാറ്റുവാൻ ഒരു നീക്കം നടത്തിയിരുന്നു. അങ്ങനെ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം അത് നഷ്ടപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ടായി. അത് നഷ്ടപ്പെട്ടു പോവുകയും ഇത്തരം ഉരുക്കി മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നും ക്ഷേത്ര സംരക്ഷണം പറയുന്നു. ഈ സമാനമായ രീതിയിൽ ഇത്തരം ഭക്തർ നൽകുന്ന കാണിക്കകൾ, അതായത് ചില വസ്തുക്കളായിട്ടായിരിക്കാം ഇതൊക്കെ സ്വർണത്തിൻ്റെ വസ്തുക്കളും അല്ലെങ്കിൽ മൂർത്തി രൂപങ്ങൾ ഇതൊക്കെയായിരിക്കും കാണിക്കയായി നൽകുന്നത്. അതൊക്കെ പൈതൃക സമ്പത്തായി പൈതൃക സ്വത്തായി സംരക്ഷിച്ചു വെക്കേണ്ടതാണ്. അങ്ങനെ സംരക്ഷിച്ചു വെക്കേണ്ട ഈ പൈതൃക സമ്പത്തുകളെ ഇത്തരം രീതിയിൽ അന്യാധീനപ്പെടുത്തുന്നത് നല്ലതല്ല. അത് ക്ഷേത്ര സംസ്കാരത്തിനും ക്ഷേത്രത്തിനും എതിരാണ്. അതോടൊപ്പം തന്നെ ഭക്തരോടുമുള്ളൊരു
എതിർപ്പും കൂടിയാണ് എന്നുകൂടി ക്ഷേത്ര സംരക്ഷണ സമിതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടാവും. തുടർന്നും ഈ നീക്കം ഉപേക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ തുടർന്നും സമരങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ ക്ഷേത്ര സംരക്ഷണയുടെ ഭാഗത്തും ഉണ്ടാകുകയും ചെയ്യുന്നു. ഇത് ഒരിക്കലും അംഗീകരിക്കുവാൻ കഴിയുന്നതല്ല എന്നും അറിയിക്കുകയും ചെയ്യുന്നു. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 535 കിലോയോളം വരുന്ന സ്വർണ്ണമാണിപ്പോൾ നിക്ഷേപമാക്കി മാറ്റുവാൻ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇതിൽ ആണ് ഇപ്പോൾ ഒരു വിവാദമായിരിക്കുകയും ചെയ്യുന്നത്. ഭക്തരോടുകൂടിയോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളോടുകൂടിയോ ഒരു കൂടിയാലോചന നടത്തുവാൻ തയ്യാറായില്ല. ഏകപക്ഷീയമായ രീതിയിലൊരു സമീപനം, ഏകപക്ഷീയമായ രീതിയിലാണ് ഈ നീക്കം നടത്തിയതും അതിലൊരു രഹസ്യാത്മക സ്വഭാവം ഉണ്ട് എന്നടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇത്തരം രീതിയിൽ നടത്തുന്ന ഒരു സമീപനം അത് ഭക്തരോടുള്ള വെല്ലുവിളിയാണെന്നും ക്ഷേത്ര സമിതി പറയുകയും ചെയ്തു. ഏകപക്ഷീയമായ ഒരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് സാധിക്കില്ല. ഭക്തരുമായി കൂടിയാലോചനകൾ നടത്തണം. കൂടിയാലോചനകൾ നടത്തിക്കൊണ്ട് മാത്രമേ ഇതിലൊരു തീരുമാനത്തിലേക്ക് എത്താൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു പുനർചിന്തനം ഈ വിഷയത്തിൽ വേണമെന്നൊരാവശ്യവും ക്ഷേത്ര സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വീണ. ഓക്കെ, ശരി പ്രശാന്ത്. തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പ്ലാസ്റ്റിക് ഉന്മൂലനമാണ് സന്ദേശം. നമ്മുടെ പരിസരത്തെ ചേർത്ത് പിടിക്കാൻ പ്ലാസ്റ്റിക് ഇല്ലാത്ത കാലം ഉന്നം വെച്ചേ മതിയാകൂ. പ്ലാസ്റ്റിക് മാസ്കിട്ട ഒരു മീനിനെ കണ്ടു. വലയിൽ കുടുങ്ങും മുൻപേ വായിൽ കുരുങ്ങി ചത്തുപോയത്. കാട് വിട്ടുവന്ന കാട്ടാനയ്ക്കറിയില്ലല്ലോ പുഴതീരങ്ങളിൽ, കടലാഴങ്ങളിൽ, കാടകങ്ങളിൽ, ഇടവഴികളിൽ, നിരത്തോരങ്ങളിൽ, മൺകീഴിൽ എവിടെയും കുന്നുകൂടുന്ന കൊടിയ വിഷം. പ്ലാസ്റ്റിക്കിനെ മറ്റെങ്ങനെ നിർവചിക്കാനാണ്? മണ്ണിനടിയിൽ പൊടിഞ്ഞു തീരാതെ പതിയിരിക്കുന്ന തീരാവിപത്താണത്. ഈ ഒരൊറ്റ വർഷം ലോകമാകെ 51 കോടിയിലേറെ ടൺ പ്ലാസ്റ്റിക് ഉപയോഗിക്കുമെന്നാണ് കണക്ക്. അവസാനിപ്പിക്കാം പ്ലാസ്റ്റിക് മലിനീകരണം. ഇത്തവണത്തെ പരിസ്ഥിതി ദിനം വിരൽ ചൂണ്ടുന്ന സന്ദേശം അതാണ്. അവസാനിപ്പിക്കണം നമ്മൾ. വേണ്ടെന്നു വയ്ക്കാം നമുക്ക്. നല്ല പരിസ്ഥിതിയുടെ നാളെ തേടി. ന്യൂസ് ഡെസ്ക് ജനം. ഏറെ പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യവുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട തടാകം. ആവശ്യമായ സംരക്ഷണവും പഠനവും ഈ പ്രകൃതി സമ്പത്തിന് ലഭ്യമാകുന്നില്ല എന്നത് പരിസ്ഥിതി ദിനത്തിൽ ഓർമ്മിക്കപ്പെടേണ്ടതാണ്. തടാകത്തിനായി വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നെങ്കിലും പലതും പ്രായോഗികമായില്ല. തടാകത്തിൽ ഇക്കോ ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ തിരിച്ചറിയണമെന്നും ഗവേഷണ കേന്ദ്രം വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഈ ആവശ്യങ്ങൾ കാലങ്ങളായി നിലനിൽക്കുന്നു, പക്ഷെ ഒന്നും തന്നെ പ്രായോഗികമാകുന്നില്ല, അവിടെ പ്രാവർത്തികമാക്കുന്നില്ല. എന്തൊക്കെ വിവരങ്ങൾ? വീണ, കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് അതിമനോഹരമായ, രാജ്യത്ത് തന്നെ വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ ജലാശയം സ്ഥിതി ചെയ്യുന്നത്. ശാസ്താംകോട്ട തടാകം 3.75 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററാണ് ശാസ്താംകോട്ട തടാകത്തിന്റെ ചുറ്റളവ്. 12.69 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് ഇതിന്റെ വിഷ്ടി പ്രദേശവുമുണ്ട്. റംസാർ മേഖലയിൽ ഉൾപ്പെടുന്ന തടാകം 2002 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിക്കുകയും ചെയ്തു. പ്രകൃതി രമണീയമാണ് ഈ പ്രദേശം. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ തൊട്ടടുത്ത് ശാസ്താംകോട്ട ക്ഷേത്രമുണ്ട്. 21 മുട്ടക്കുന്നുകൾക്ക് നടുവിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത്. തടാകത്തിലെ ജലത്തിനും വിശിഷ്ടമായിട്ടുള്ള ചില വൈവിധ്യങ്ങളുണ്ട്. ഉപ്പോ മറ്റ് ധാതുക്കളോ ലോഹങ്ങളോ ജലത്തിൽ അടങ്ങിയിട്ടില്ല എന്നുള്ളത് ശാസ്താംകോട്ട തടാകത്തിലെ ജലത്തിന്റെ സവിശേഷതയാണ്. അത് ഇപ്പോഴും ഇവ പരിസരവാസികളുടെയും ഒക്കെ ശ്രമഫലമായിട്ട് അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. കൊല്ലം ജില്ലയിലെ വിവിധ ഇടങ്ങളിലായുള്ള കുടിവെള്ള പദ്ധതികൾക്കായി
തടാകത്തിൽ നിന്നും ജലമെടുക്കുന്നു. ഇങ്ങനെ ഒട്ടനവധി സവിശേഷതകൾ ശാസ്താംകോട്ട തടാകത്തെ പറ്റി പറയാനുണ്ട്. ഈ പറഞ്ഞതെല്ലാം തടാകത്തിന്റെ പാരിസ്ഥിതിക സവിശേഷതകളാവുമ്പോൾ ഇനി ചരിത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളും തടാകത്തെക്കുറിച്ച് പറയാനുണ്ട്. തടാകത്തിന്റെ അടിത്തട്ടിൽ ഐസ് കോൾഡ് കാവിറ്റീസിനെ പറ്റിയുള്ള വിവരം ലഭിച്ചത്, വൈദേശിക യാത്രാ വിവരണ ഗ്രന്ഥങ്ങളിൽ തടാകത്തെക്കുറിച്ചുള്ള പരാമർശം, തടാകത്തിൽ നിന്നും ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വസ്തുക്കളും ചൈനീസ് നാണയങ്ങളും ലഭിച്ചത്, ഇങ്ങനെ ചരിത്രപരമായിട്ടുള്ള സവിശേഷതകളും അനവധി തടാകത്തെപ്പറ്റി പറയാനുണ്ട്. പാരിസ്ഥിതികമായിട്ടും ചരിത്രപരമായും ഏറെ പ്രത്യേകതകളുള്ള ശാസ്താംകോട്ട തടാകം വേണ്ട രീതിയിൽ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ശാസ്താംകോട്ട തടാകത്തിന്റെ ആഴം അളക്കാനാകില്ല എന്നായിരുന്നു ഈ പ്രദേശവാസികളെല്ലാം വിശ്വസിച്ചിരുന്നതെങ്കിൽ 1997 മുതൽ തടാകം വരണ്ടുന്നു എന്നുള്ള ചില ലക്ഷണങ്ങൾ പ്രകടമാക്കി തുടങ്ങി. ഈ പ്രദേശത്തിന് തൊട്ടടുത്തുള്ള പുഞ്ചപ്പാടങ്ങളായിരുന്നു തടാകത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള ജലസ്രോതസ്സുകൾ. ആ ഭാഗങ്ങളിൽ മണൽ ഖനനം നടന്നതും മൊട്ടക്കുന്നുകൾ ചെത്തി നിരത്തിയതും രൂക്ഷമായിട്ടുള്ള മാലിന്യം ഉണ്ടായതുമൊക്കെയാണ് പ്രകൃതിയുടെ സ്വാഭാവികമായ സംരക്ഷണ വലയം തകർന്ന് തടാകം വരൾച്ചയിലേക്ക് നീങ്ങിപ്പോകുന്നതിനുള്ള ലക്ഷണങ്ങൾ 1997 മുതൽ പ്രകടമാക്കിയത്. 2010 മുതൽ വരൾച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യവുമായിരുന്നു തടാകത്തിൽ കണ്ടു തുടങ്ങിയത്. തടാകം ഉൾവലിഞ്ഞു, രൂക്ഷമായ മലിനീകരണം മത്സ്യസമ്പത്ത് കുറയുന്നതിന് കാരണമായി, പായലുകൾ വളർന്നു. 97 മുതൽ വിവിധ ഫണ്ടുകൾ ഈ തടാക സംരക്ഷണത്തിന് വേണ്ടി പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും അതിൽ പലതും ഒട്ടനവധി പ്രഖ്യാപിച്ചിരിക്കുന്ന ഫണ്ടുകൾ പലതാണെങ്കിലും ഒട്ടനവധി ഉണ്ടെങ്കിലും അതൊന്നും പ്രായോഗികമാക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. 97 മുതൽ തടാക സംരക്ഷണ സമിതി ഈ തടാകത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 97 തടാകം വറ്റിവരളുന്നു എന്നുള്ള സാഹചര്യം ലക്ഷണം പ്രകടമാക്കിയപ്പോൾ തന്നെ തടാക സംരക്ഷണ സമിതി രൂപീകരിച്ചുകൊണ്ട് തടാകം മാലിന്യ വിമുക്തമായിട്ട് തടാകം ഈ ജലസ്രോതസ് അതിന്റെ പ്രകൃതി സമ്പത്ത് അതേപടി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി തടാക സംരക്ഷണ സമിതി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തടാക സംരക്ഷണ സമിതി അംഗങ്ങൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. തടാക സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഹരി കുറിശ്ശേരി നമ്മളോടൊപ്പം ചേരുന്നു. ഈ പരിസ്ഥിതി ദിനത്തിൽ നമ്മൾ എപ്പോഴും ഓർമ്മിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതുപോലെയുള്ള ജലാശയങ്ങൾ, പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ ശാസ്താംകോട്ട തടാകത്തിന് വേണ്ടി ഇനിയെങ്കിലും കരുതൽ ആയി പറയാൻ സാധിക്കുന്നത്? ശാസ്താംകോട്ട തടാകം അതിന്റെ ഇപ്പോഴത്തെ നമ്മളിപ്പോൾ കാണുന്ന ഈ സ്ഥിതിയിൽ നിലനിൽക്കാൻ കാരണം സ്വാഭാവികമായി നമുക്ക് ലഭിച്ച മഴയാണ്. വേനൽ മഴ ശക്തമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ 97 സമിതി രൂപീകരിച്ച കാലത്ത് തൊട്ടിങ്ങോട്ട് ആ ഒരു 2010 കാലത്ത് അതിനുശേഷം അതിരൂക്ഷമായ സമരം നടന്ന ഒരു കാലമുണ്ട്. 2013, 15 കാലങ്ങളിലൊക്കെ ഈ ഇവിടെ അമിതമായി ജലം വലിഞ്ഞ് വറ്റിപ്പോകുന്ന അവസ്ഥ. അതായത് ഇവിടുത്തെ പ്രധാനമായിട്ട് ഈ ശാസ്താംകോട്ടയിലെ ജലം ഉപയോഗിക്കുന്നത് കുടിവെള്ള പദ്ധതികൾക്കാണ്. ഈ കുടിവെള്ള പദ്ധതികൾക്ക് നിലനിൽപ്പില്ലാത്ത രീതിയിൽ പ്രശ്നം വഷളായി. അപ്പൊ സ്വാഭാവികമായിട്ട് തടാകത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് അന്ന് യശശരീരനായ കെ കരുണാകരൻ പിള്ള, പ്രൊഫസർ ആർ ഗംഗപ്രസാദ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിച്ച് ജില്ലാ കളക്ടറെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരികയും അധികൃതരെ യഥാസമയം വേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കാര്യവുമായിട്ട് മുന്നോട്ട് പോയി. പക്ഷെ ഇതിന് ശേഷം ഈ അധികൃതർ അതിൽ നിന്നൊക്കെ പിന്മാറുമ്പോൾ വളരെ ശക്തമായ സമരങ്ങളിലൂടെ ശാസ്താംകോട്ട തടാകത്തെ പറ്റിയുള്ള വലിയ പഠനങ്ങൾ തന്നെ നടത്തി. ഒരു മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചു. ഇതൊക്കെ ഒരു സമിതിയുടെ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള പടിഞ്ഞാറേക്കല്ലടയിലെ ഖനനത്തിനെതിരെ വളരെ ശക്തപ്പെടുത്തി. അവിടെ വേറെ സമിതി ഉണ്ടായിരുന്നു, പടിഞ്ഞാറേക്കല്ലട സംരക്ഷണ സമിതി. അങ്ങനെ പടിഞ്ഞാറേക്കല്ലടയിലെ ഖനനം ഇവിടുത്തെ ജലശോഷണത്തിന് കാരണമാകുന്നു എന്നറിഞ്ഞുകൊണ്ട് അതിനെതിരെ നിയമനിർമ്മാണം തന്നെ കൊണ്ടുവരികയും ഖനനം പൂർണ്ണമായിട്ട് നിലയ്ക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഖനനം പൂർണ്ണമായിട്ട് നിലച്ചത് വളരെ പ്രയോജനപ്പെടുന്നുണ്ടാവും ഇവിടുന്ന് ജലം നഷ്ടപ്പെടാതിരിക്കാൻ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു പ്രശ്നം ഈ ഒരു അവസ്ഥ ഭാവിയിൽ ഇനിയും ഉണ്ടായേക്കാം. ഇതിന് ബദലായിട്ട് അന്ന് സമിതി അതിരൂക്ഷമായ നിരാഹാരം, 1 മാസം നീണ്ട നിരാഹാര സമരം അടക്കമുള്ള അതിൽ പറഞ്ഞിരുന്നത് ഈ 2 പ്രധാനമായ കാര്യങ്ങൾ. ഒരു അതോറിറ്റി, ശാസ്താംകോട്ടയ്ക്ക് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോഡി, ഒരു അതോറിറ്റി വേണം. ഇതൊരു റാംസർ സൈറ്റ് ആണ്. അപ്പൊ ഇതിനെ സംരക്ഷിക്കുന്നതിന് ഒരു അതോറിറ്റി വേണം. പിന്നെ ശാസ്താംകോട്ടയ്ക്ക് മാത്രമായ ഒരു അതോറിറ്റി. ഇപ്പൊ കേരളത്തിലെ 3 ജലാശയങ്ങൾ നോഡൽ ഓഫീസറിന്റെ അധികാരപരിധിയിലായിട്ടല്ലേ? അതെ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു സംസ്ഥാന തലത്തിൽ പോയി അന്വേഷിച്ച് വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൂടാതെ ഒരു ബദൽ കുടിവെള്ള പദ്ധതി വേണം. കുടിവെള്ളത്തിന് വേണ്ടി പ്രതിദിനം ഇപ്പോ ഏതാണ്ട് 4.5 കോടി ലിറ്റർ ജലം ഇവിടുന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അതാ ഒരു ശരാശരി കണക്ക്. 4.5 കോടി ലിറ്റർ ജലം വലിച്ച് കൊല്ലം നഗരം അടക്കം, അതായത് 5 ലക്ഷത്തിലേറെ പേരെ നീരൂട്ടുന്ന ഒരു
ജലസ്രോതസ്സാണിത്. അപ്പം ഇത്രയും സ്ഥലത്തേക്ക് ജലം ഇത് എടുത്തുകൊണ്ടിരിക്കുക. ഇത് വാട്ടർ അതോറിറ്റി ഇതിന് പണവും വാങ്ങുന്നുണ്ട്. അത് എല്ലായിടത്തും നടക്കുന്ന കാര്യമാണെങ്കിൽ പോലും ഇതിന്റെ സംരക്ഷണത്തിന് ഒരു രൂപ പോലും ചെലവഴിക്കാതെ അതിനെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തുകയും ഈ സമരത്തിന്റെ പ്രധാന ആവശ്യം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ തടാകം വറ്റി വരളുകയാണ്, മീറ്ററുകൾ ചെളിക്കുളവായി മാറുന്ന ഒരവസ്ഥ, അതിഭീകരമായ അവസ്ഥ. പക്ഷെ അന്ന് മുഖ്യമന്ത്രി അന്തരിച്ച ഉമ്മൻചാണ്ടി സാർ ഇവിടെ വന്ന് ഒരു ദിവസം മുഴുവൻ ഇവിടെ നിന്നിട്ട് കുറെ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഇതിലൊന്നാണ് ഒരു ബദൽ കുടിവെള്ള പദ്ധതി, പിന്നെ തടാകം സംരക്ഷിക്കുന്നതിനുള്ള അതോറിറ്റിക്ക് വേണ്ടിയുള്ള ഫോർമേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന് മുമ്പ് LDF സർക്കാർ, അന്നത്തെ LDF ബഹുമാനപ്പെട്ട NK പ്രേമചന്ദ്രൻ മന്ത്രിയായിരിക്കെ ഈ കോഴിക്കോട് ആസ്ഥാനമായ CWRDMന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു പഠനം, അവരുടെ ഒരു പഠനം നടത്തി. നിരവധി വിദഗ്ധരെത്തിയിട്ട് 1 മാസത്തിലേറെ നീണ്ട ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി. ആ പഠന റിപ്പോർട്ടിൽ ശാസ്താംകോട്ട തടാകത്തിനെ എങ്ങനെ സംരക്ഷിക്കുക, അതാണ് മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ. ഈ മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കണമെന്നാണ് പിന്നീട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം. അതിനിന്നും ഒരു കാര്യവും എത്തിയിട്ടില്ല. ഈ ബദൽ കുടിവെള്ള പദ്ധതിയും അതിന്റെ ഒരു 90% നടപ്പിലാക്കിയിട്ട് അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കി ഈ പ്രതിസന്ധി ഒഴിവാക്കുന്നതിനെ പറ്റി ഇപ്പോഴും ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. പ്രധാനപ്പെട്ട തടാക സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പ്രധാന ആവശ്യങ്ങൾ ബദൽ കുടിവെള്ള പദ്ധതി, ഒപ്പം തന്നെ ഒരു ബദൽ കുടിവെള്ള പദ്ധതി ഉണ്ട്. അത് ഈ കഴിഞ്ഞ LDF സർക്കാർ തന്നെ അതിന് പണം അനുവദിച്ച് അത് നടപ്പിലാക്കി. ആദ്യത്തെ പദ്ധതി പ്രായോഗികമല്ലെന്ന് കണ്ടുകൊണ്ട് അത് കല്ലടയാറ്റിൽ നിന്ന് കടപുഴയിൽ നിന്ന് എടുക്കുന്നതായിരുന്നു. അത് പ്രായോഗികമല്ലെന്ന് കണ്ട് പുതിയൊരു പദ്ധതി വന്നു. പുതിയതായിട്ട് ചെയ്ത് ഞാങ്കടവിൽ നിന്ന് ജലമെടുത്ത് കൊല്ലം നഗരത്തിലേക്ക് പ്രധാനമായിട്ട് ജലസ്രോതസ് അതായിട്ട് കൊടുത്തു. പക്ഷെ അത് നടപ്പിലാക്കുന്നില്ല. ഒരു 90% വെച്ചിട്ട് ചെറിയ 2 കാര്യം, അത് ഞാൻ വിശദമായിട്ട് പിന്നീട് പറയാം. ഇവിടുത്തെ മലിനീകരണ പ്രശ്നമാണ് ഈ പ്രദേശം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. അതിന് എത്രത്തോളം പരിഹാരമായിട്ടുണ്ട്? നിരവധി പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. മലിനീകരണം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണോ? മലിനീകരണം തുടർന്നുകൊണ്ടിരിക്കുക. കാരണം ആ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കുപ്പികൾ, അതുപോലെ തന്നെ മാലിന്യങ്ങൾ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. വലിയ ബാഗുകളിലാക്കിയിട്ട് കൊണ്ടുവന്ന് അവിടെ തട്ടുന്നുണ്ട്. അതുപോലെ ഇതിന്റെ പല ഭാഗങ്ങളിൽ, പല മുനമ്പുകളിലും മാലിന്യങ്ങൾ ലോറിയിൽ കൊണ്ടുവന്ന് അടിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊരു ഗാർഡിനെ വേണമെന്ന് പറഞ്ഞു. ഇതൊന്നും ആരും കേൾക്കാൻ തയ്യാറില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ജലദിനം പ്രമാണിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ചെടികൾ നടും. ചെടികൾ നട്ടിട്ട് അത് നോക്കാൻ ആളില്ല. ഒന്നുകിൽ ഈ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്ന് സംരക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ ആ സൈഡിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചു, പലതരത്തിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അത് വളർന്നു കഴിയുമ്പോൾ വെട്ടിക്കളയുന്നു. പിന്നെ അതിന്റെ ഒരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് വീണ്ടും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണ്. അപ്പൊ അതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു. പ്രധാനമായിട്ടും ഈ തടാക സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പല പ്രയോജനം ചെയ്യുന്ന പദ്ധതികളുമുണ്ട്. അത് നടപ്പിലാക്കുക, പ്രായോഗിക തലത്തിൽ കൊണ്ടുവരിക, മലിനീകരണം പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക, ഈ തദ്ദേശീയരുടെ സഹകരണത്തോടു കൂടിയുള്ള ടൂറിസം പദ്ധതികൾ, ഇക്കോ ടൂറിസം പദ്ധതികൾ നടപ്പിലാക്കുക, ഒപ്പം ജലപദ്ധതി നടപ്പിലാക്കുക, ഒരു നോഡൽ ഓഫീസറുടെ അധികാര പരിധിയിൽ ഈ തടാക സംരക്ഷണത്തിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് തടാക സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കണ്ടൽ സംരക്ഷണത്തിന്റെ പര്യായമായി മാറിയ ഒരു പേരാണ് കല്ലേൻ പൊക്കുടൻ. അച്ഛൻ ഉയർത്തിപ്പിടിച്ച ആശയത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് കണ്ടൽ സംരക്ഷണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണം എന്ന വലിയ ദൗത്യവുമായി മുന്നോട്ടു പോവുകയാണ് മകൻ രഘുനാഥനും. കല്ലേൻ പൊക്കുടന്റെ വിയോഗത്തിന് ശേഷം കഴിഞ്ഞ 10 വർഷത്തോളമായി രഘുനാഥനാണ് കണ്ടൽ ചെടികളുടെ വിത്തുകൾ സംരക്ഷിക്കുന്നതും നടുന്നതുമെല്ലാം. വീണ്ടും ഒരു പരിസ്ഥിതി ദിനം കൂടിയെത്തുമ്പോൾ കല്ലേൻ പൊക്കുടൻ ഉയർത്തിയ ആശയത്തിന് പ്രാധാന്യമേറുകയാണ്. പ്രകൃതിയുടെ വൃക്കകളാണ് കണ്ടൽക്കാടുകളെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞയാളാണ് കല്ലേൻ പൊക്കുടൻ. ഒരു ജന്മം മുഴുവൻ കണ്ടൽ സംരക്ഷണത്തിനായി മാറ്റിവെച്ചയാൾ. 10 വർഷം മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും അച്ഛൻ്റെ ആശയം ഉയർത്തിപ്പിടിച്ച് കണ്ടൽ സംരക്ഷണത്തിനായി പൊക്കുടൻ്റെ മകൻ രഘുനാഥൻ സജീവമാണ്. കഴിഞ്ഞ 10 വർഷമായി കണ്ടൽ വിത്തുകളുടെ സംരക്ഷണവും നടലുമൊക്കെയായി രഘുനാഥും പ്രകൃതി സംരക്ഷണം എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്നു. അച്ഛൻ്റെ ഒരു വഴി പൂർണ്ണമായി പിന്തുടർന്നു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അച്ഛൻ്റെ പാത എന്ന് പറയുമ്പം ഇത് വെട്ടുന്നതിനെതിരായിട്ടുള്ള നിയമ പോരാട്ടം അതെല്ലാം വരും. അത്തരം ഒരു വലിയ പോരാട്ടത്തിലൊന്നും നമുക്കൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. അപ്പോൾ അച്ഛൻ്റെ ഒരു സാമൂഹ്യ പ്രവർത്തനം നിലച്ച് പോകേണ്ട എന്നുള്ള തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അച്ഛന് ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. അപ്പോൾ നമുക്ക് അച്ഛൻ്റെ മകൻ എന്നുള്ള നിലയിൽ അച്ഛനെ തേടി അച്ഛനിൽ നിന്ന് എന്തൊക്കെയോ പ്രതീക്ഷിച്ച് ഇവിടെ വന്നുകൊണ്ടിരുന്നവരെ നിരാശപ്പെടുത്താതിരിക്കുക.
പൊക്കുടൻ പകർന്നു നൽകിയ കണ്ടൽ അറിവുകളും കണ്ടൽ സംരക്ഷണത്തിന്റെ പ്രാധാന്യവുമെല്ലാമാണ് ഈ മകനെയും മുന്നോട്ട് നയിക്കുന്നത്. കണ്ടൽ അറിവുകൾക്കായി ഇവിടേക്കെത്തുന്ന ആർക്കും അച്ഛൻ പകർന്നു നൽകിയ ആ അറിവ് രഘുനാഥൻ കൈമാറുന്നു. പുഴയിലെ മാലിന്യങ്ങളെ പുഴയെ ശുദ്ധീകരിക്കാൻ, പുഴയിലെ മാലിന്യങ്ങളെ വലിച്ചെടുത്ത് ശുദ്ധീകരിക്കാൻ ഈ കണ്ടലുകൾക്ക് വലിയ കഴിവുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മളെ ഈ ഭൂമിയുടെ വൃക്ക എന്ന് ശാസ്ത്രലോകം ഈ കണ്ടലിനെ വിശേഷിപ്പിക്കുന്നത്. പ്രകൃതിയുടെ ശ്വാസകോശമാണ് കണ്ടലെന്ന തിരിച്ചറിവുള്ള ഇദ്ദേഹം തൻ്റെ പിതാവ് ഉയർത്തിപ്പിടിച്ച ആശയം പരാജയപ്പെടരുത് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടിയാണ് ഈ പരിസ്ഥിതി ദിനത്തിലും സജീവമായി മുന്നോട്ടു പോകുന്നത്. ജനം, കണ്ണൂർ. 1900 ഇനം ഔഷധ സസ്യങ്ങൾ, 700 ഇനം മരങ്ങൾ, 900 ഇനം പൂച്ചെടികൾ എന്നിവ ഉൾപ്പെടെ 4800-ലധികം ഇനം സസ്യങ്ങൾ. ഇതൊരു വനത്തിലെ സസ്യസമ്പത്തിൻ്റെ കണക്കല്ല. കോട്ടയം മാംഗോ മെഡോസ് എന്ന കാർഷിക തീം പാർക്കിലെ സസ്യവിശേഷങ്ങളാണ്. വ്യത്യസ്തവും മാതൃകാപരവുമായ സംരംഭമാണിത്. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, അത് കേൾക്കുമ്പോൾ തന്നെ വലിയ സുഖം തോന്നുന്നു. കാരണം ഒരു വനത്തിലെ സസ്യസമ്പത്തിൻ്റെ വിശേഷങ്ങൾ എന്ന് തോന്നുന്ന തരത്തിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരിടം. എന്തൊക്കെ കാഴ്ചകളാണ് അവിടെ? വീണ, ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് എനിക്കിപ്പോൾ. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയപ്പോൾ ഇതൊരു വനമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് പിന്നെ കാണുന്ന ഇതുപോലുള്ള പരശുരാമൻ്റെ പ്രതിമ, അതുപോലെ ഇത്തരത്തിലുള്ള ഇവിടുത്തെ ചില സൂചനാ ബോർഡുകൾ, ഇതെല്ലാം കാണുമ്പോൾ മാത്രമാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വനത്തിലല്ല, ഒരു കാർഷിക തീം പാർക്കിലാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നത്. കാരണം അത്രയും അവിസ്മരണീയമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാർഷിക തീം പാർക്ക്. ഞാനിവിടെ ഈ പാർക്കിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആദ്യം വെച്ചിരിക്കുന്ന ഒരു ബോർഡ് എന്ന് പറയുന്നത് ഇതൊരു വാട്ടർ തീം പാർക്കല്ല. അത്തരമൊരു വാട്ടർ തീം പാർക്ക് തേടിയാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുകയെങ്കിൽ ദയവ് ചെയ്ത് മടങ്ങിപ്പോവുക. ഇതൊരു കാർഷിക തീം പാർക്കാണ്. ഭൂമിയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ എല്ലാ വിധത്തിലുള്ള സസ്യജാലങ്ങളെയും ഇവിടുത്തെ കാർഷിക രീതികളെയും ഇവിടുത്തെ സംസ്കാരത്തെയും എല്ലാം തന്നെ തൊട്ടറിയുന്നതിന് വേണ്ടിയുള്ള ഒരു കാർഷിക തീം പാർക്കാണ് എന്നുള്ളൊരു ബോർഡാണ്. അതിൽ നിന്ന് തന്നെ നമുക്കെല്ലാം വ്യക്തമാണ് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഒരു ദൃശ്യങ്ങളൊന്നും നമുക്ക് ഇതിന് ചുറ്റും ഒന്ന് പരതി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം വന സമാനമായിട്ടാണ് ഈ ഒരു കാർഷിക തീം പാർക്കിനെ സജ്ജമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനിടയിലെല്ലാം തന്നെ ഇതുപോലെയുള്ള നമ്മളിപ്പോൾ അല്പം സമയം മുമ്പ് ഇപ്പോൾ തന്നെ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ പരശുരാമ പ്രതിമ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമേറിയ പരശുരാമ പ്രതിമയാണ്. അത്തരത്തിൽ ചില പ്രതിമകളെല്ലാം തന്നെ ഇവിടെ പല ഇടങ്ങളിലായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ പൂർണ്ണമായും ഒരു വനത്തിൽ തന്നെ ഒരു ചീവിടിൻ്റെ ശബ്ദമെല്ലാം തന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ടാകും. അത്തരത്തിൽ വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയ ഏറ്റവും അപൂർവമായിട്ടുള്ള സസ്യജാലങ്ങളെയും അതുപോലെ തന്നെ മത്സ്യങ്ങളെയും മറ്റ് ഫാമുകളെല്ലാം തന്നെ സജ്ജമാക്കിയിരിക്കുന്ന ഒന്നാണ് കടുത്തുരുത്തി പഞ്ചായത്തിലെ അയക്കുടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ മാംഗോ മെഡോസ് എന്ന കാർഷിക തീം പാർക്ക്. 2018 മുതലാണ് ഈ തീം പാർക്ക് ആളുകൾക്ക് തുറന്നു കൊടുത്തതെങ്കിൽ 2004 മുതൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇതിൻ്റെ ഉടമയുമായി അല്പസമയം മുമ്പ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെയുള്ള ഓരോ ചെടിയും വെച്ച് പിടിപ്പിച്ചതാണ് എന്നുള്ളതാണ്. അതായത് അത്രത്തോളം കഷ്ടപ്പെട്ട് പ്രകൃതിയോടും സസ്യജാലങ്ങളോടുമുള്ള ഒരു ഇഷ്ടം കൊണ്ട് ചെയ്തെടുത്ത ഒരു തീം പാർക്ക് എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ 4800-ലധികം സ്പീഷീസുകൾ ഈ നാട്ടിൽ ഈ ഒരു മാംഗോ മെഡോസ് എന്ന് പറയുന്ന ഈ കാർഷിക തീം പാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ അതൊരു വേൾഡ് റെക്കോർഡ് കൂടിയാണ്. അങ്ങനെ അറിയുമ്പോൾ തന്നെ എത്രത്തോളം പരിശ്രമകരമാണ് ഇത്തരത്തിലൊരു തീം പാർക്ക് കെട്ടിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളത് നമുക്ക് എടുത്തു പറയാൻ കഴിയും. നമ്മളിപ്പോൾ ഇതിൻ്റെ ഉടമ കൂടിയായ എനിക്ക് കുര്യൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം ചേട്ടാ. ഞാൻ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയിരിക്കുകയാണ് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിലൂടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതൊരു കാടല്ല എന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അത് കാടല്ല എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഈ ബോർഡുകളും മറ്റു നടപ്പാതകളൊക്കെ കൂടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വരുമ്പോഴാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവുള്ളൂ. കാരണം വനത്തിനുള്ളിൽ കാണുന്നത് ബയോഡൈവേഴ്സിറ്റിയാണ്, സസ്യ വൈവിധ്യമാണ്, ജൈവ വൈവിധ്യമാണ്. ആ വൈവിധ്യത്തെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ പശ്ചിമഘട്ടത്തിനെ ഇത് മാംഗോ മെഡോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മിനിയേച്ചർ ഓഫ് കേരളത്തിൽ കണ്ടുവരുന്ന സകല
ജൈവ വൈവിധ്യത്തെയും ഒരു സ്ഥലത്ത് ഒരുക്കുക, അതിൻ്റെ സംസ്കാരം എന്താണ്, അത് നമ്മളിൽ എങ്ങനെ നമ്മുടെ ഒരു രാജ്യത്തെയും ലോകത്തെയും എങ്ങനെ സ്വാധീനിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. കാരണം കുട്ടികളെല്ലാം ഇന്ന് കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ അവരിലേക്ക് നമുക്കിത് നമ്മുടെ ഒരു സംസ്കാരത്തെ, നമ്മുടെ ഒരു പ്രകൃതിയെ നമുക്ക് അറിയിച്ചു കൊടുക്കാനായിട്ട് ഒരു സംവിധാനം വേണം. കാരണം ഇന്ന് നമ്മൾ സ്കൂളുകളിലൊക്കെ പലതും പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് കാണിച്ചു അനുഭവസ്ഥമാകത്തക്ക രീതിയിലേക്ക് ഓരോ സസ്യത്തെയും നമ്മളവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ നമുക്കൊക്കെ അറിയാവുന്ന കുറച്ച് ഒരു 10-50 സസ്യങ്ങളായിരിക്കും നമുക്കറിയാവുക. അതിനു മുമ്പുള്ളവർക്ക് ചിലപ്പം 100-200 ഒക്കെ അറിയാമായിരുന്നായിരിക്കാം, നമ്മുടെ അച്ഛനപ്പൂപ്പന്മാർക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 10 മരങ്ങളെങ്കിലും അറിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവർ കുട്ടികൾ ഇവിടെ വരുമ്പോൾ അവർ ഇത് അറിയുക, കാണുക കളിയിലൂടെ. കാരണം നമ്മൾ പഠിക്കാനായി മാത്രം അവരെ വിളിച്ചാൽ ചിലപ്പോൾ അവർ വരില്ല. അപ്പോൾ കളിയിലൂടെ അവരിലേക്ക് ഇത് നമ്മൾ പതുക്കെ ഈ ഒരു ജൈവവൈവിധ്യത്തെ പറ്റിയും നമ്മുടെ പ്രകൃതി സംരക്ഷണത്തെ പറ്റിയൊക്കെ ഒന്ന് ഇഞ്ചക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒപ്പം ഒരു 100-300 പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടെയാണ്. അപ്പോൾ അങ്ങനെയും കൂടി ഒരു വൈവിധ്യം അതിനുണ്ട്. ഈ പ്രദേശത്തുള്ള ഭൂരിഭാഗം ലേഡീസാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു അപൂർവമായിട്ടുള്ള വൃക്ഷങ്ങളൊക്കെ കുറിച്ച് പറയുകയാണെങ്കിൽ അപൂർവം എന്ന് പറയുന്നത് എല്ലാം അപൂർവം എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ കോഴിക്കോടുള്ളവർക്ക് ഒരു അപൂർവമായ സസ്യം ചിലപ്പം നമുക്ക് കോട്ടയത്തുകാർക്ക് അപൂർവമായിരിക്കില്ല. അപ്പോൾ ഇതിപ്പോൾ പട്ടിപ്പുന്ന എന്ന് പറയും, പട്ടിപ്പുന്ന, കാട്ടുപുന്ന എന്നൊക്കെ പറയുന്ന ഇത് ആദിവാസികളൊക്കെ ഇതിൻ്റെ ഇല കുറേ ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, ഈ കാട് പിടിച്ച് നിൽക്കുന്നതുകൊണ്ടാണ്. നല്ല വെയിലേറ് കിട്ടിക്കഴിഞ്ഞാൽ ഇതൊരു 7 അടി വരെയൊക്കെ നീളം വരുന്ന ഇലയാണ്. അതായത് ആദിവാസികളൊക്കെ മാത്രമായിട്ട് നമ്മുടെ വാഴയില പോലെ വരും, ഇലയ്ക്ക് മാത്രം. അപ്പോൾ അതുപോലെ തന്നെ ഇത് നമ്മുടെ മഹാവില്യം എന്ന് പറയും. മഹാവില്യം അത്യപൂർവ സസ്യമാണ്. ശിവനുമായിട്ട് ബന്ധപ്പെട്ട, പരമശിവനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ഈ മഹാവില്യത്തെ ചുറ്റുന്നത്, വലം വെക്കുന്നത്, ദമ്പതിമാർ ഇങ്ങനെ വലം വെക്കുന്നത് വലിയ പുണ്യമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിനാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു റൗണ്ടിൽ വെച്ചിരിക്കുന്നത്. സർപ്പക്കാവിൻ്റെ അതിങ്ങനെ ഓരോന്നും നമ്മളിപ്പോൾ സസ്യങ്ങൾ വെക്കുക മാത്രമല്ല, ഇപ്പോൾ കുന്നി, ആടലോടകം ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. കുന്നി എന്ന് പറയുന്നത് ഒരു വിഷസസ്യവും കൂടെയാണ്. അത് ഔഷധത്തിന് ഉപയോഗിക്കുമ്പോൾ തന്നെ, ജൈവത്തിൻ്റെ ഭാഗമാകുമ്പോൾ തന്നെ അതിന് ഒരു വിഷാംശമുണ്ട്. ആ കുന്നിക്കൊരു ഒരെണ്ണം കുട്ടികളുടെ അകത്ത് ചെന്നാൽ അപ്പം തന്നെ മരണം സംഭവിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവയർനെസ്സും കൂടെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. കാഞ്ഞിരമാണേലും അങ്ങനെ തന്നെ വിഷസസ്യങ്ങളിൽ പെടുന്നതാണ്. അതിന് ഒരുപാട് ഗുണങ്ങളുള്ളപ്പോൾ തന്നെ അതിനകത്ത് അങ്ങനെ ഒരു പ്രത്യേകതകളുണ്ട്. ഒരു കാവിൻ്റെ ഒരു കൺസെപ്റ്റോട് കൂടി ഒരു കാവ് തന്നെ സ്വയമായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുകയാണ്. അതെ, കാവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആദ്യത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുന്നത് സർപ്പക്കാവാണ്. സർപ്പക്കാവുകളിൽ നിന്നാണ് ബയോഡൈവേഴ്സിറ്റി പാർക്കുകൾ തന്നെ ഉത്ഭവം കൊണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മാങ്കോംഡോസിനെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ നമുക്കിവിടെ ഒരു സർപ്പക്കാവ് ഉണ്ടാവണം. സർപ്പക്കാവും കുളവും, അതായത് കാവും കുളവും എന്ന് പറഞ്ഞാൽ കുളമാണ് ആ കാണുന്നത്. അപ്പോൾ കാവിനെയും കുളത്തിനെയും ഈ കാവിനോട് ചേർന്ന് തന്നെ കുളം പുതിയതായിട്ട് കുഴിച്ചതാണ്. കാരണം കാവും കുളവും വേണമല്ലോ എന്നുള്ള അത് കാവും കുളവും തമ്മിൽ വലിയ ശാസ്ത്രീയമായ ബന്ധങ്ങൾ തന്നെയുണ്ട്. കാരണം അത് കാവ് നീണ്ടരുത്, അതുപോലെ തന്നെ കുളങ്ങളോ ചാലുകളോ ഇല്ലാത്തൊരു സ്ഥലത്ത് സർപ്പക്കാവ് കാണപ്പെടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം തമ്മിൽ ബന്ധമുണ്ട്, അതിന് ശാസ്ത്രീയമായ തന്നെ കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യകുലത്തെ നിലനിർത്താൻ നമ്മുടെ പൂർവികൾ കണ്ടെത്തിയ സർപ്പക്കാവുകൾ എന്ന അത്ഭുത ശാസ്ത്ര ആശയ സത്യത്തെ നിഷ്കരണം വെട്ടിമാറ്റി മരങ്ങളെ ഒഴിവാക്കി കൽപ്രതിഷ്ഠ മാത്രം പ്രതിഷ്ഠ നടത്തുന്ന പുതുതലമുറയാണ് മാങ്കോംഡോസിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ള സർപ്പക്കാവുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു കൽക്കൂനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ വിശ്വാസം മാത്രം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ സസ്യങ്ങളെ, നമ്മുടെ പ്രകൃതിയെ കളഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകരുത്. ആ കാവിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് വേണം നമ്മൾ വിശ്വാസത്തെ പരിപാലിക്കാൻ, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് പോകാൻ എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം പ്രകൃതി തന്നെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ ഭാരതത്തിൻ്റെ മതമെന്നാൽ പ്രകൃതിയാണ്. വേറെ ലോകത്തെ വേറൊരു സ്ഥലത്തും പ്രകൃതിയെ മതമായി കാണുന്ന, പ്രകൃതിയെ നമ്മളെ നിലനിർത്തുന്ന പ്രകൃതിയെ മതമായി കാണുന്ന, ദൈവമായി കാണുന്ന മറ്റൊരു സങ്കല്പമില്ല. അപ്പോൾ ആ സങ്കല്പത്തെയും കൂടെ ഉൾക്കൊള്ളുകയാണ് നമ്മൾ മാങ്കോംഡോസിനെ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ മാംഗോ മെഡോസ് എന്നുള്ളൊരു പേരിലേക്കൊക്കെ എത്തിയത്? മാങ്കോംഡോസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ എന്ന് പറയുന്ന ആ പേര് തന്നെ മാങ്കായ് എന്ന തമിഴ് വാക്കിൽ നിന്നുണ്ടായതാണ്. അത് കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന പ്രദേശത്താണ് ശരിക്കും മാവിൻ്റെ ഉത്ഭവം. മാവ് ഉത്ഭവിച്ചത് തന്നെ നമ്മുടെ ദ്രാവിഡ ദേശത്തു നിന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ ഇവിടെ 101 വെറൈറ്റി മാവുകളുണ്ട്. ഏതാണ് 480 എണ്ണം മാവുകളും അതിൽ തന്നെ 101 വെറൈറ്റിയോളം വ്യത്യസ്തമായ മാവുകളുമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ മാംഗോ മെഡോസ്, മാവിൻ്റെ താഴ്വര അല്ലെങ്കിൽ മാവിൻ്റെ തണൽ എന്നൊക്കെ അർത്ഥം വരത്തക്ക രീതിയിൽ അന്ന് അങ്ങനെ ഒരു പേരിട്ടത്.
സത്യത്തിൽ ഇപ്പോൾ ഇവിടേക്ക് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെ കടന്നു വരാൻ കഴിയും, എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ, ആ സാധാരണക്കാരുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? സാധാരണ ഇവിടെ പ്രവേശിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവേശിക്കുന്നതിന് ഇവിടെ നമ്മൾക്ക് GST അടക്കം 350 രൂപയാണ് പെർ ഹെഡ് വരിക. ഇതിനകത്ത് ആക്ടിവിറ്റി, പെഡൽ ബോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, സൈക്ലിങ്, പ്രകൃതിയായി ബന്ധപ്പെട്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ചക്രം ചവിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പണ്ടത്തെ പാടത്തെ ചക്രം, ഇതെല്ലാം ഉൾപ്പെടെയാണ് അതിനകത്ത് വരുന്ന ആക്ടിവിറ്റിയും എൻട്രി അടക്കമുള്ള എല്ലാം കൂടെ ചേർത്തിട്ടാണ് 350 രൂപ ഒരു പെർ ഹെഡ് വരിക. കാർഷിക വൃത്തിയും അതുപോലെ തന്നെ ജൈവസമ്പത്തിനെ എല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ഫണ്ണായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം പിന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് വരത്തക്ക രീതിയിൽ സ്വിമ്മിംഗ് പൂളുണ്ട്, കിഡ്സ് പൂളുണ്ട്, പിന്നെ പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, സൈക്ലിങ്, ഗോകാർട്ട്, അമ്പെയ്ത്ത്, ഷൂട്ടിങ്, അങ്ങനെ ഗോകാർട്ട്, അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതെല്ലാം ഈ പറയുന്ന എമൗണ്ടിനകത്ത് ഉൾപ്പെടുന്നതാണ്. എങ്ങനെയാണ് ഇനിയിപ്പോൾ തുടർന്നുള്ള ഇതോടൊക്കെ തന്നെ നിരവധി റെക്കോർഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നേടിയിട്ടുണ്ട്. ഈ ഒരുപക്ഷെ ഇത് വീണ്ടും വീണ്ടും കൂടുതൽ ഇത് മെച്ചപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇനി ഭാവി പ്രവർത്തനങ്ങൾ? നമ്മളിപ്പോഴും തേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ ഇല്ലാത്ത ഏതെങ്കിലും സസ്യങ്ങളുണ്ടോ എന്ന് ഓരോ പ്രാവശ്യവും പരിശോധിച്ചുകൊണ്ടിരിക്കുകയും ഓരോ വനങ്ങൾ കയറി നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വനമിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഈ അടുത്ത് കഴിഞ്ഞ തവണ ദേശീയ പുരസ്കാരമായ ARIയുടെ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്ററിൻ്റെ അവാർഡ് ലഭിച്ചിരുന്നു. അതോടൊപ്പം ഗോവ ഗവൺമെൻറ്റും ഗോവ ICARൻ്റെ സെൻറ്ററും കൂടെ ചേർന്നിട്ട് ഗോവയുടെ കാർഷിക KVK കൃഷി വിജ്ഞാൻ കേന്ദ്രയിൽ മാങ്ങോംഡോസ് പോലെ തന്നെ ഒരു പദ്ധതി തുടങ്ങുന്നതിനെ പറ്റി ഞാൻ ഈ കഴിഞ്ഞ ദിവസം പോയിട്ടൊരു MOU ഒപ്പിയിട്ടിരുന്നു. അപ്പോൾ അവർ പറയുന്നത് അവരുടെ കൃഷി വിജ്ഞാൻ കേന്ദ്രയെ സ്വയം പര്യാപ്തമാക്കത്തക്ക രീതിയിൽ ഇപ്പോൾ ഇവിടെ മാങ്ങോംഡോസ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ അവരുടെ സ്ഥലത്ത് ചെയ്യുക. അപ്പോൾ അതൊരു കുറച്ച് വർഷത്തേക്ക് നമുക്ക് പാട്ടം പോലെ തരും. അതിനകത്ത് അത് ചെയ്യുക, അത് സ്വയം പര്യാപ്തമാക്കുക. KVKനെ ഒരു അതിൻ്റെ ചിലവുകൾ ആ പാർക്കിൽ നിന്ന് തന്നെ വഹിക്കുകയും നമുക്കതിനകത്തൊരു ലാഭം വേണമെങ്കിൽ ഉണ്ടാക്കാൻ കഴിയുകയും ചെയ്യത്തക്ക രീതിയിൽ ഒരു ആശയം നമ്മൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും എന്തായാലും ആ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാ ഭാവങ്ങളും നൽകുന്നു. തീർച്ചയായിട്ടും ഒരു അത്ഭുതം എന്ന് തന്നെ മാത്രം പറയാവുന്നതാണ് ഈ NK കുര്യൻ ചേട്ടൻ്റെ ഈ ഒരു സംരംഭം. ഇത് സംരംഭമല്ല, ഇതൊരു യത്നം തന്നെയായിരുന്നു എന്ന് തന്നെ വേണം. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതോദ്ദേശം കൂടിയാണ്. അത്തരത്തിൽ അതിമനോഹരമായും ജൈവസമ്പത്തിനെ സംരക്ഷിക്കുകയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ഈ മാംഗോ മെഡസ് എന്ന് പറയുന്നത്. അത് എന്നും എത്തുന്നവരെല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു വനമായി തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണ. ഓക്കെ, ശരി മിഥുൻ. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുന്നത് ലൈഫ് ഓഫ് മാൻഗ്രോവ് എന്ന ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമാണിത്. ചുറ്റുപാടുകളെ അതിജീവിക്കാൻ പ്രത്യാശ നൽകുന്ന ഒരു ചിത്രം കൂടിയായി ഇത് മാറുന്നു. പരിസ്ഥിതി മലിനീകരണം മൂലം ക്യാൻസർ പടർന്നു പിടിച്ച ഒരു കർഷക ഗ്രാമം. അവിടെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അഞ്ജു എന്ന കൊച്ചു പെൺകുട്ടി. ക്യാൻസർ ബാധിച്ച് നഗരത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അവൾ എഴുതുന്ന കൊച്ചു കൊച്ചു കഥകളിലും ചിത്രങ്ങളിലും ആ ഗ്രാമത്തിലെ മനുഷ്യജീവിതവും പ്രകൃതിയുടെ അതിജീവന മാതൃകയായ കണ്ടൽക്കാടുകളും അത് നട്ടുവളർത്തിയ ചാത്തനും പിന്നെ അഞ്ജുവിന് ഈ കഥകളെല്ലാം പറഞ്ഞുകൊടുത്ത ചന്ദ്രശേഖരൻ മാഷും തന്റെ എല്ലാമെല്ലാമായ അച്ഛനും കൂട്ടുകാരും എല്ലാം അവളുടെ കഥയിലെ കഥാപാത്രങ്ങളാകുന്നു. ക്യാൻസറിനെ അതിജീവിച്ച് അവൾ എഴുതിയ ഈ കഥകൾ ഉപേക്ഷിക്കപ്പെട്ട ഒരു ഗ്രാമത്തിന്റെ നേർസാക്ഷ്യങ്ങളും കൂടിയാകുന്നു. പരിസ്ഥിതിയെ ബന്ധപ്പെട്ട് ചെയ്തൊരു സിനിമയാണ് ലൈഫ് ഓഫ് മാംഗ്രോവ്. പൂർണ്ണമായും കണ്ടൽക്കാടുകളിൽ തന്നെ ചിത്രീകരിച്ച ഒരു സിനിമയാണ്. ഈ സിനിമയുടെ ടൈറ്റിൽ വരുന്നത് തന്നെ ലൈഫ് മാംഗ്രോവ് ആണ്. ക്യാൻസറിനെ ഒരു കൊച്ചുകുട്ടി അതിജീവിക്കുന്നതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. അതേപോലെ തന്നെയാണ് കണ്ടൽക്കാടുകൾ പ്രകൃതിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്യാൻസർ രോഗത്തിൽ നിന്ന് അതിജീവിക്കുന്ന ഒരു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണിത്. പൂർണ്ണമായും ഒരു പരിസ്ഥിതി സിനിമയാണ്. ഐഷ്ബിൻ എന്ന പെൺകുട്ടിയാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത്. കായലോരത്തിന്റെ കാവലായി മാറുന്ന കണ്ടൽക്കാടുകൾ എങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു എന്ന് ഈ ചിത്രം കാട്ടിത്തരുന്നു. ഈ സിനിമയുടെ സന്ദേശം എന്ന് പറഞ്ഞാൽ കണ്ടൽക്കാടുകളെ വെച്ചുപിടിപ്പിക്കുക എന്ന് പറഞ്ഞ വലിയൊരു സന്ദേശം. ഇപ്പോൾ കലൽ പൊക്കോടിനൊക്കെ ഏറ്റെടുത്തിരുന്ന ഒരു വിപ്ലവകരമായ സന്ദേശം ഉണ്ടായിരുന്നു നമ്മുടെ. അപ്പോൾ അത് കുറച്ചും കൂടെ കാര്യം ഏറ്റവും കൂടുതൽ നമ്മുടെ കൃഷിനാശത്തിനോ അല്ലെങ്കിൽ ഒരു പ്രകൃതി നാശത്തിനോ ഏറ്റവും കൂടുതൽ ആധികാരികമായ ഒരു കാര്യമാണ് കണ്ടൽക്കാടുകൾ. അപ്പോൾ ആ കണ്ടൽക്കാടുകളെ വെച്ചുപിടിപ്പിക്കുക എന്നുള്ളൊരു സന്ദേശമാണ് ഈ സിനിമ മുമ്പോട്ട് വെക്കുന്നത്. പ്രതിരോധത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും അതിജീവനത്തിന്റെയും ചിത്രമായ ലൈഫ് ഓഫ് മാൻഗ്രോവിന് മികച്ച പരിസ്ഥിതി ചിത്രത്തിനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. രചനയും സംവിധാനവും NN ബൈജു നിർവഹിച്ചിരിക്കുന്നു. ചിത്രം നാളെ തിയേറ്ററുകളിലെത്തും. ജനം, കൊച്ചി.
പ്ലാസ്റ്റിക് മാലിന്യത്തെ ചെറുക്കാനുള്ള പോരാട്ടം ഇനിയും ഒരുപാട് മുന്നോട്ടു പോകാനുണ്ടെങ്കിലും ഒരു പരിധിവരെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതിൽ നിർണായക പങ്കാണ് കേരളത്തിലെ ഹരിതകർമ്മസേന വഹിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കെതിരായ കേരളത്തിന്റെ വനിതാ പോരാളികളുടെ പ്രവർത്തനവും അവർ നേരിടുന്ന പ്രതിസന്ധികളും അവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. പത്തിയൂർ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്കരികിൽ നിന്ന് സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്, അവർക്ക് നിർദ്ദേശിക്കാനുള്ളത്, അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ അവരെങ്ങനെ പറയുന്നു? വീണ, ഏറ്റവും പ്രധാനമായി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലൊട്ടാകെ തന്നെ വലിയ രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യമാണ് ഈ ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്നത്. അതിന് മാസം പഞ്ചായത്തിലേക്ക് ഒരു ചെറിയ ഫീസും ഈടാക്കുന്നുണ്ട്. എന്നാൽ അത് നൽകി ഇതിനോട് സഹകരിക്കാൻ ചില വീട്ടുകാർ മടിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇതേ സാഹചര്യത്തിൽ തന്നെ പല പറമ്പുകളിലും ഇട്ട് പ്ലാസ്റ്റിക്കുകൾ കത്തിച്ചും മറ്റുമുണ്ടാക്കുന്ന വിഷപ്പുക, അത്തരം വലിയ നാടിനാകെ തന്നെ അപകടകരമായ വലിയ വിപത്തിനെതിരെയുള്ള ഒരു പോരാട്ടമാണ് ഇവർ നടത്തുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന പത്തിയൂർ പഞ്ചായത്തിൽ നിന്ന് തന്നെ ഒരു മാസം 9 ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇവർ ശേഖരിച്ചു മാറ്റുന്നത്. അത്തരത്തിൽ പരിസ്ഥിതിക്കാകെ ഗുണകരമായ ഈ പ്രവർത്തനം നടത്തുന്നതിൽ സംസ്ഥാനത്തൊട്ടാകെ തന്നെ ഈ വനിതകൾ ചെയ്യുന്നത് എത്രത്തോളം വലിയ ഗുണം ചെയ്യുന്നു ഈ പരിസ്ഥിതിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ ആ പ്രവർത്തകരോട് തന്നെ നമുക്ക് ചോദിക്കാം, ഏത് രീതിയിലാണ് അവരുടെ പ്രവർത്തനം, എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് പ്രതിസന്ധി എന്നുള്ളത്. ഈ ഹരിതകർമ്മസേനയുടെ നിങ്ങളുടെ പ്രവർത്തനം എത്ര നാളായിട്ട് നടക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കുന്നത്? ഞങ്ങൾ ഇവിടെ പത്തിയൂർ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന അംഗങ്ങളാണ്. ഞങ്ങൾ 2 വാർഡിലെ അംഗങ്ങളാണ്. ഈ പത്തിയൂർ പഞ്ചായത്തിൽ 2018 മുതൽ ഞങ്ങൾ ഹരിതകർമ്മസേന പ്രവർത്തനം തുടങ്ങിയതാണ്. അതുപോലെ ആദ്യകാലങ്ങളിലൊക്കെ ആളുകൾ പ്ലാസ്റ്റിക് തരുന്നതിനോടൊക്കെ ഭയങ്കര വിമുക്തതയായിരുന്നു. ഇപ്പോൾ പിന്നെ ഞങ്ങൾ ക്രമേണ മാറ്റം സംഭവിച്ചുകൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ കിട്ടുന്നുണ്ട്. ഞങ്ങളുടെ പഞ്ചായത്തിൽ നിന്ന് ആദ്യകാലങ്ങളിൽ 4 ടണ്ണൊക്കെ കയറ്റിക്കൊണ്ടിരുന്ന ആ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങൾ 9 മുതൽ 10-11 ടൺ വരെ മാസം പ്ലാസ്റ്റിക് കയറ്റി വിടുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ ഭരണസമിതിയാണ് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾക്ക് തരുന്നത്. പിന്നെ ഇതിന് ട്രെയിനിങ്ങും ഒക്കെ തന്നിരുന്നു. ട്രെയിനിങ് ഉണ്ടായിരുന്നു, ആദ്യകാലങ്ങളിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തരംതിരിക്കുന്നതിന് ആദ്യത്തേതിനെക്കാട്ടിലും ഇപ്പോൾ കൂടുതൽ രീതിയിൽ ഇത് പ്ലാസ്റ്റിക് തരംതിരിക്കേണ്ട ഐറ്റം 10-22 ഐറ്റമൊക്കെ വരും. അത് ഞങ്ങൾ 6-7 ഒക്കെ ദിവസം കൊണ്ട് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് ഞങ്ങളുടെ MCFകളിൽ വാർഡിലെ MCFകളിൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ സ്റ്റോറേജ് ചെയ്യുന്ന വലിയ MCF പത്തിയൂർ ആറാട്ടുകുളങ്ങര വലിയ MCFലേക്ക് കൊണ്ടുപോയിട്ട് ഞങ്ങൾ പിന്നെ അത് സെഗ്രിഗേറ്റ് ചെയ്താണ് കയറ്റി വിടുന്നത്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ പിന്നെ സെക്രട്ടറിമാരായാലും പ്രസിഡൻറ്റുമാരായാലും പിന്നെ HI പിന്നെ AS പിന്നെ നോഡൽ ഓഫീസർമാർ എല്ലാവരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട്. നിങ്ങൾ വീടുകളിൽ നിന്ന് മാത്രമാണോ ശേഖരിക്കുന്നത്, അതേ മറ്റു പറമ്പുകളിലായാലും വ്യവസായ സ്ഥാപനങ്ങൾ, കടകൾ, അവിടുന്ന് എല്ലാം ശേഖരിക്കുന്നുണ്ടോ? ഉണ്ട്, വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. വീടുകളിൽ നിന്ന്, പറമ്പുകളിൽ അങ്ങനെയില്ല. നമുക്ക് നല്ല പ്ലാസ്റ്റിക് തന്നാലേ ഞങ്ങൾക്ക് അത് കൊണ്ടുവന്ന് സെഗ്രിഗേറ്റഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അഴുക്കോ എന്തെങ്കിലും തരുവാണെങ്കിൽ ഞങ്ങൾ ആ വീട്ടുകാരോട് പറയും, ഇത് വൃത്തിയാക്കി അടുത്ത ടൈം വരുമ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിലാക്കി അത് തരണമെന്ന് അവരോട് ഞങ്ങൾ പറയും. അങ്ങനെ ഇപ്പോൾ എല്ലാ കടകളിലാണെങ്കിലും കടകളിലും എല്ലാം നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ. നേരത്തെക്കാട്ടിലും ഇപ്പം ഞങ്ങളുടെ മാഡം ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങളൊരു വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അവരുടെ നിങ്ങളോടുള്ള സമീപനം എങ്ങനെയാണ്? ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടോ? എവിടുന്നെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോഴും തരാൻ മടിക്കുന്നവരുണ്ട്. പിന്നെ ഞങ്ങൾ പിന്നെ സൗമ്യമായിട്ട് പറയും, ഞങ്ങൾ പിന്നെ ഇത് ഉപയോഗിച്ച ദോഷമാണെന്നൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ഇപ്പോൾ കുറേ പേരൊക്കെ തരുന്നുണ്ട്. എന്നാലും മടിയുള്ളവരും ഉണ്ട് ഇതിനകത്ത്. എങ്ങനെ നിങ്ങളുടെ ഒരു പ്രവർത്തന സമയമൊക്കെ? സമയം 9 to 5. അത് കഴിഞ്ഞ് ഇത് തരംതിരിക്കുന്നതിനും ഒക്കെ ഈ സമയം തന്നെ. എത്രത്തോളം ഇത് ശേഖരിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ആത്മസംതൃപ്തി തോന്നാറുണ്ടോ? നാടിന് ഗുണപരമായ ഒരു കാര്യമാണ്. ഉണ്ട്. ഇതിൻ്റെ ചെല്ലുമ്പോൾ ഇതിന് പ്രതിഫലം ചോദിക്കാറുണ്ടല്ലോ, അത് കൃത്യമായി തരുന്നതിന് മടി, അങ്ങനെ അതിൻ്റെ പേരിൽ ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. അങ്ങനെ ഉണ്ട്, ഒഴിഞ്ഞു മാറുന്നവരുണ്ട്. അതുകൊണ്ട് അവർ പറയും പ്ലാസ്റ്റിക് ഇല്ല, ഞങ്ങളുടെ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ലെന്ന് പറയും. അപ്പോൾ ഞങ്ങൾ പറയും ഇത് ഉപ്പോട്ട് കർപ്പൂരം വരെ പ്ലാസ്റ്റിക്കിലല്ലേ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ പേപ്പർ കൊണ്ട് പോയാൽ വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ തുണിസഞ്ചിയും കൊണ്ട് പോയാൽ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്നതെന്ന് പറയും. തുടർ നടപടി അന്നേരം ഞങ്ങൾ അങ്ങനെയുള്ളിടത്ത് ഞങ്ങൾ HIയെ വിളിക്കുമ്പോൾ അവർ അന്നേരം ഫോണിൽ കൂടെ ആണെങ്കിൽ HI അന്നേരം തന്നെ അവരുമായിട്ട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പം ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ് അവർ തിരിച്ച് കടകളിൽ തന്നെ പ്ലാസ്റ്റിക് കൊടുക്കുമെന്ന് പറയും.
പറയും. അന്നേരം ഒഴിവാകാൻ ശ്രമിക്കുന്നവരുണ്ട്. ഇത് മൊത്തത്തിൽ ഇവരെ എല്ലാ വാർഡുകളിലും ഇവരെ ഏകോപിപ്പിച്ച് കൃത്യമായി പ്രവർത്തനം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. HI എന്ന് പറയുന്നത് നല്ലൊരു പ്രവർത്തകയാണ്. ഇവിടെ പത്തൂർ പഞ്ചായത്തിൽ വന്നതിൽ ഏറ്റവും നല്ലൊരു പ്രവർത്തക, പിന്നെ സെക്രട്ടറി, ഇവർ രണ്ടുപേരുടെയും അതിന് പിന്നെ പ്രവർത്തനം കൊണ്ട് പത്തൂർ പഞ്ചായത്ത് 19 വാർഡുണ്ട്. പിന്നെ ഇപ്പോൾ 21 വാർഡാണ് തുടങ്ങുന്നത്. അപ്പോൾ ഈ 19 വാർഡിൽ നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പഴയ പോലല്ല, ഇപ്പോൾ ആൾക്കാർ കൂടുതൽ അവർക്ക് ബോധമായിട്ടുണ്ട്. ഇത് കൊടുക്കണം, കത്തിക്കരുത്, മറ്റു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എന്ത് തന്നെയായാലും മൊത്തത്തിൽ തന്നെ ഈ പത്തിയൂർ പഞ്ചായത്ത് നന്നായി നടക്കുന്ന, അതുപോലെ സംസ്ഥാനത്തുടനീളം തന്നെ ഹരിതകർമ്മസേന അത് ഏറ്റെടുത്തതോടെ വലിയ രീതിയിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴിവാക്കാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും സാധിക്കുന്നു എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. വീണ. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ജനം TV ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത്. എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസിൽ പ്രതി ഷാരൂഖ് സൈഫി മതഭീകരവാദിയെന്ന NIA കാഫറുകളെ കൊന്നൊടുക്കുകയായിരുന്നു ലക്ഷ്യം. രക്തരൂക്ഷിത ജിഹാദിന് ഷാരൂഖ് ശ്രമിച്ചെന്നും NIA കോടതിയിൽ അറിയിച്ചു. തീവ്ര ഇസ്ലാം മത പ്രചാരക ഷാരൂഖ് സൈഫി പിന്തുടർന്നു. ഷാരൂഖിന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക വിവരങ്ങൾ. ജാമ്യാപേക്ഷ കൊച്ചി NIA കോടതി തള്ളി. ജിജീഷ് കരുണാകരൻ ചേർന്ന വിവരങ്ങളുമായി. ജിജീഷ്, ഈ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യം NIA കോടതിയിൽ നൽകിയ റിപ്പോർട്ട് തന്നെയാണ്. പക്ഷേ അതിൽ പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. വിവരങ്ങൾ എന്താണ്? വീണ, ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കേരളം എത്രമാത്രം ഭീകരവാദത്തിൻ്റെ കേന്ദ്രമാകുന്നു എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഏലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെ NIA ദേശീയ അന്വേഷണ ഏജൻസി കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം വിചാരണ നീളുന്നു. അതുകൊണ്ട് തനിക്ക് ജാമ്യം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ന്യൂഡൽഹി സ്വദേശിയായ ഷാരൂഖ് സൈഫി ഇവിടെ വന്ന് ആക്രമണം നടത്തിയ, ട്രെയിനിൽ ഭീകരാക്രമണം നടത്തിയ, തീവയ്പ് നടത്തി 3 പേരുടെ മരണത്തിനിടയാക്കിയ ഷാരൂഖ് സൈഫിയുടെ ആവശ്യം. ഇതിനെ എതിർത്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോൾ കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഷാരൂഖ് സൈഫി ഒരു ഭീകരവാദിയായിരുന്നു. അയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ജിഹാദായിരുന്നു, രക്തരൂക്ഷിത ജിഹാദാണ്. കാരണം നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസുകളിലെല്ലാം തന്നെ കോടതിയിൽ നൽകിയ റിപ്പോർട്ടുകളിൽ എങ്ങനെയാണ് ഈ ജിഹാദിലേക്ക് നീങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് മതഭീകരവാദ ശക്തികൾ നടത്തുന്നത് എന്നതെല്ലാം സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, രക്തരൂക്ഷിത ആക്രമണങ്ങളായിരുന്നു, ജിഹാദി പ്രവർത്തനമായിരുന്നു ഷാരൂഖ് സൈഫി ലക്ഷ്യമിട്ടിരുന്നത്. മറ്റ് കാഫറുകളെ, അതായത് വിശ്വാസികളല്ലാത്ത ആളുകൾ, ഇസ്ലാം മത വിശ്വാസികളല്ലാത്ത ആളുകളെ ഉന്മൂലനം ചെയ്യുക എന്ന ഒരു ലക്ഷ്യത്തോട് തന്നെയാണ് ഇയാൾ ഭീകരാക്രമണ പദ്ധതി ആസൂത്രണം ചെയ്തത്, ഷാരൂഖ് സൈഫി ആസൂത്രണം ചെയ്തത് എന്ന വിവരം കൂടി ദേശീയ അന്വേഷണ ഏജൻസി കൈമാറുകയും ചെയ്യുന്നുണ്ട്. അത്തരം പ്രധാനപ്പെട്ട വിവരങ്ങൾ കൈമാറിക്കൊണ്ട് തന്നെയാണ്, മാത്രമല്ല തീവ്ര ഇസ്ലാം മത പ്രചാരകരെ ഇയാൾ തുടർച്ചയായി തന്നെ പിന്തുടർന്നിരുന്നു എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതിൽ സക്കീർ നായിക് അടക്കമുള്ള തീവ്രമത പ്രഭാഷകരെയായിരുന്നു ഇയാൾ തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള നീക്കങ്ങളും പ്രവർത്തനങ്ങളിലും വ്യാപൃതരാവുകയും ചെയ്തു. അങ്ങനെയാണ് 2023 ഏപ്രിൽ 2-ന് ട്രെയിൻ ഭീകരാക്രമണം നടത്തുന്നത് എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത്. ആസൂത്രിതമായി തന്നെയാണ് ഇയാൾ ഈ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നതിന് മുമ്പ്, ഈ കേരളത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ എവിടെയെല്ലാം ആക്രമണങ്ങൾ നടത്താം, എവിടെയെല്ലാം കൃത്യമായി തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാം എന്നത് സംബന്ധിച്ച് ഒരു രൂപരേഖ ഇയാൾ തയ്യാറാക്കിയിരുന്നു. ആ വിവിധ സ്ഥലങ്ങളെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. അവിടങ്ങളിലെല്ലാം തന്നെ എത്തുകയായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്നാൽ ഈ ഒരു ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ ഇയാളെ ഷാരൂഖ് സൈഫിയെ പിന്നീട് മഹാരാഷ്ട്ര ATS പിടിച്ച് കേരള പോലീസിന് കൈമാറി തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണത്തിലേക്ക് എത്തുകയും എല്ലാം ചെയ്തു. അത്തരത്തിൽ നടപടികൾ ഒരു ഭാഗത്ത് കടുക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെയാണ് സംസ്ഥാനത്ത് ഭീകരവാദത്തിൻ്റെ വേരുകൾ ശക്തമാക്കിക്കൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ
സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നിർണായകമായ ഒരു റിപ്പോർട്ട് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ തന്നെ സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ കാഫിറുകളെ കൊന്നൊടുക്കുക എന്ന് പറയുന്നത് അത് തീവ്ര മതചിന്തയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇയാൾ ഒരു കണക്കാക്കിയിരുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിരന്തരമായ പ്രസംഗങ്ങൾ കേട്ടതിനെ തുടർന്നാണ് അങ്ങനെയൊരു ആശയത്തിലേക്ക് ഇയാൾ മാറിയത് എന്നാണ് വ്യക്തമാകുന്നത്. അത് സംബന്ധിച്ചെല്ലാമുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ തീവ്ര മതപ്രചാരകരെ ഒരാളെ മാത്രമല്ല, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാക്കിർ നായിക്കിനെ പിന്തുടർന്നു എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാനിലെ ചില മതഭീകരവാദികളെയും ഇയാൾ കൃത്യമായി പിന്തുടരുന്നു, അവരുടെ പ്രസംഗങ്ങൾ കേട്ടിരുന്നു എന്നുകൂടി ദേശീയ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ പാകിസ്ഥാൻ്റെ ഭീകരവാദികളെ പിന്തുണയ്ക്കുകയും അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പ്രഭാഷണങ്ങൾ കേട്ടും അവരുടെ പ്രഘോഷണങ്ങൾ കേട്ടും എല്ലാം തന്നെ അതിലേക്ക് ആകൃഷ്ടനായി അത്തരം ഭീകരവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മാറുകയായിരുന്നു ഇയാൾ ഷാരൂഖ് സൈഫി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇതെല്ലാം സംബന്ധിച്ച് നിർണായകമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് എന്നാണ് NIA വ്യക്തമാക്കുന്നത്. അതേസമയം ഈ തീവ്ര ഇസ്ലാം മത പ്രചാരകരെ അടക്കം ഷാരൂഖ് സൈഫി പിന്തുടർന്നിരുന്നു എന്നതടക്കം ഈ ഷാരൂഖ് സൈഫിയെ പിന്തുടർന്ന് പോയി മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഈ ഒരു പേരിൽ മാത്രമാണോ NIAക്ക് നിൽക്കാൻ സാധിച്ചത്? അങ്ങനെയെങ്കിൽ ഇതിന് വീണ്ടും വ്യാപ്തി ഉണ്ടാവില്ലേ? ഇത്തരത്തിലുള്ള ആളുകളെ, ഈ കൂട്ടത്തിലുള്ള ആളുകളെ കണ്ടെത്താൻ കഴിയില്ലേ? വീണ, നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസി NIA വ്യക്തമാക്കുന്നത് ഷാരൂഖ് സൈഫി മാത്രമാണ് പ്രതി. തങ്ങൾ വിശദമായി തന്നെയുള്ള അന്വേഷണം നടത്തി മറ്റാരുടെയെങ്കിലും പങ്കാളിത്തം കണ്ടെത്താൻ കഴിയുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആസൂത്രിതമായി പ്രതി നടത്തിയ ഭീകരാക്രമണം എന്ന നിലയിലല്ല, ഒറ്റയ്ക്കെടുത്ത ഒരു തീരുമാനം, ഒറ്റയ്ക്ക് ഭീകരവാദ ആശയങ്ങളിൽ ആകർഷണമായി നടത്തിയ ഒരു വലിയ ആക്രമണം എന്ന കാര്യമാണ്. കാരണം പ്രതി ഇപ്പോൾ ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാണിച്ച കാര്യമെന്ന് പറയുന്നത് അവിടെ തൻ്റെ ആക്രമണത്തിലല്ല ആരും കൊല്ലപ്പെട്ടത്, ട്രെയിൻ തീ പിടിച്ചപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയ 3 പേരാണ് കൊല്ലപ്പെട്ടത്, 9 പേർക്ക് പരിക്കേൽക്കുകയും എല്ലാം തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെ താൻ ഒരു ആക്രമണത്തിന് നേതൃത്വം നൽകിയിട്ടില്ല, അതുകൊണ്ട് ജാമ്യം നൽകണം. ഈ കേസിൽ വിചാരണ അനന്തമായി നീളുമ്പോൾ തനിക്ക് ജാമ്യം നിഷേധിക്കപ്പെടുന്നത് നീതി നിഷേധമാണ് എന്നെല്ലാമുള്ളൊരു വാദങ്ങളായിരുന്നു ഇയാൾ ഉയർത്തിയിരിക്കുന്നത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് NIA വ്യക്തമാക്കുന്നത് ഈ കേസിൽ സമഗ്രമായ ഒരു അന്വേഷണം തങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. എല്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു. ആ ഒരു ഘട്ടത്തിൽ ഒന്നും തന്നെ മറ്റാർക്കെങ്കിലും ഈ കേസിൽ പങ്കാളിത്തമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ലഭിച്ചിട്ടില്ല, തെളിവുകൾ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഷാരൂഖ് സൈഫി എന്ന ഒരു വ്യക്തി മാത്രം നടത്തിയ ആസൂത്രിത ആക്രമണമാണ് എന്നത് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഇപ്പോഴും ആവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് തുടരന്വേഷണം അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിർണായക വിവരങ്ങൾ അത് കോടതിയിൽ സമർപ്പിച്ചുകൊണ്ട് ഉള്ള ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ശക്തമായി തന്നെ പ്രതിയുടെ ജാമ്യാപേക്ഷയെ എതിർക്കുകയായിരുന്നു ദേശീയ അന്വേഷണ ഏജൻസി. അതേസമയം ജിജീഷ്, രക്തരൂക്ഷിത ജിഹാദിന് ഷാരൂഖ് ശ്രമിച്ചു എന്ന കണ്ടെത്തൽ കൂടി വരുമ്പോൾ അത് ഈ ഒരു എലത്തൂർ ട്രെയിൻ ഭീകരാക്രമണ കേസ് മാത്രമാണോ? വേറെയും പദ്ധതികൾ ഉണ്ടായിരുന്നു ഷാരൂഖിന് എന്ന കാര്യം വ്യക്തമായിട്ടുണ്ടോ NIAക്ക്? വീണ, അത്തരം കാര്യങ്ങൾ, അതായത് ഇയാൾ മറ്റു ചില സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ലക്ഷ്യമിട്ടിരുന്നു. കേരളത്തിൽ തന്നെ മറ്റു ചില പ്രദേശങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി റൂട്ട് മാപ്പ് അടക്കം തയ്യാറാക്കി. ഇയാളുടെ കയ്യിൽ നിന്നൊരു ഡയറി പിടിച്ചിരുന്നു. ഒരു ചെറിയ നോട്ട് പാഡും ഒരു പേനയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു അയാളുടെ ഒരു ബാഗിൽ, സഞ്ചിയിൽ ഉണ്ടായിരുന്നത്. അത് പരിശോധിച്ചപ്പോഴാണ് ഒരു കാര്യം വ്യക്തമായത്. ഇയാൾ ആസൂത്രിതമായി ഈ എല്ലാ പ്രദേശങ്ങളിലേക്ക് എത്തണം, എങ്ങനെയെല്ലാമാണ് ഇതിൻ്റെ നടപടികൾ പൂർത്തിയാക്കേണ്ടത്, പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നീ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു രൂപരേഖ തയ്യാറാക്കി തന്നെയായിരുന്നു കേരളത്തിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇതല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിൽ ആക്രമണം നടത്താൻ പ്രതി പദ്ധതി ഇട്ടിരുന്നോ എന്ന സംശയം നിലവിലുണ്ട്. എന്നാൽ ദേശീയ അന്വേഷണ ഏജൻസി അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചപ്പോൾ വ്യക്തമായത് ഈ ഒരു ആക്രമണം മാത്രമാണ് നടന്നത്. മാത്രമല്ല കേരളത്തിൽ ആരെങ്കിലുമായി ബന്ധപ്പെട്ടിരുന്ന ഫോണിൽ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിരുന്നു. കാരണം നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഭീകരവാദ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പ്രതികളിൽ പലരും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ തങ്ങുന്ന ആളുകളുമായി
ആവശ്യമായ ആശയവിനിമയങ്ങൾ നടത്തിയതായും അവരുടെ സഹായങ്ങൾ ലഭിച്ചതായും എല്ലാം തന്നെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടി അന്വേഷണം വിശദമായി തന്നെ ദേശീയ അന്വേഷണ ഏജൻസി നടത്തി. ഇയാൾ ചില ആളുകളുമായി ബന്ധപ്പെട്ടിരുന്നു. അത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ടല്ല അത്തരം ഒരു ആശയവിനിമയങ്ങൾ നടത്തിയത്. ഇയാൾ ആരോടും തന്നെ ഇത്തരം കാര്യങ്ങൾ പങ്കുവച്ചിരുന്നില്ല. പകരം വലിയൊരു ഭീകരാക്രമണം നടത്തി, ഒറ്റയ്ക്ക് ഭീകരാക്രമണം നടത്തി ഇതിൻ്റെ ഭാഗമായി മാറുക, കാഫറുകളെ കൊന്നൊടുക്കുക, ഒപ്പം തന്നെ ഒരു മത തീവ്രത പ്രചരിപ്പിക്കുക എന്നത് തന്നെയായിരുന്നു ഷാരൂഖ് സൈഫിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് വ്യക്തമാവുകയും ചെയ്തു. വളരെ ആസൂത്രിതമായി തന്നെ നടത്തിയ ഒരു ആക്രമണമായിരുന്നു ഈ ഒരു ട്രെയിൻ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല അവിടെ നിന്ന് പുറത്തേക്ക് അതിവേഗത്തിൽ രക്ഷപ്പെടാൻ ഇയാൾക്ക് കഴിഞ്ഞു. പിന്നീട് മഹാരാഷ്ട്ര പോലീസാണ് ഇയാളെ പിടികൂടിയത്. മഹാരാഷ്ട്ര ATS പിടികൂടി ചോദ്യം ചെയ്തപ്പോഴും കേരളത്തിലെ ഈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട ട്രെയിൻ തീവെപ്പുമായി ബന്ധപ്പെട്ട് ഉള്ളതിനപ്പുറമുള്ള കേസുകളിൽ പങ്കാളിത്തമില്ല എന്ന് വ്യക്തമാകുമ്പോൾ തന്നെ ആസൂത്രിതമായിട്ടാണ് ഈ ഒരു സംഭവം നടന്നത് എന്നത് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ശരി ജിജീഷ്. NIA കണ്ടെത്തലാണ്. NIA റിപ്പോർട്ട് നൽകി. കോടതിയിൽ മതഭീകരവാദിയാണ് ഷാരൂഖ് സൈഫി. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, യമൻ തുടങ്ങി 12 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്ക് ഏർപ്പെടുത്തി ഡൊണാൾഡ് ട്രംപ്. മറ്റ് 7 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ഭാഗികമായും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിദേശികളിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുന്നതിനാണ് നടപടി എന്നാണ് ട്രംപിന്റെ വിശദീകരണം. Among the national security threats their analysis considered are the large-scale presence of terrorists, failure to cooperate on visa security, inability to verify travelers' identities, inadequate record-keeping of criminal histories, and persistently high rates of illegal visa overstays, and other things. Very simply, we cannot have open migration from any country where we cannot safely and reliably vet and screen those who seek to enter the United States. That is why today I am signing a new executive order placing travel restrictions on countries including Yemen, Somalia, Haiti, Libya, and numerous others. The strength of the restrictions we're applying depends on the severity of the threat posed. The list is subject to revision based on whether material improvements are made, and likewise new countries can be added as threats emerge around the world. ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിദേശികളിൽ നിന്നും അമേരിക്കൻ പൗരന്മാരെ സംരക്ഷിക്കുക, അതിനാണ് നടപടിയെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. ഏതൊക്കെ രാജ്യങ്ങളിലെ പൗരന്മാരാണ് വിലക്ക് നേരിടുന്നത്? അദ്ദേഹം സൂചിപ്പിച്ച ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, കോങ്കോ റിപ്പബ്ലിക്, അതുപോലെ തന്നെ ഗിനിയ, എറിത്രിയ, ഹെയ്റ്റി തുടങ്ങിയ രാജ്യങ്ങളും ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമാണ് ഈ 12 രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഈ 12 രാജ്യങ്ങളുടെ പട്ടിക പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യമനിലെ ഹൂതി വിമതരുടെ, ഹൂതി ഭീകരരുടെ നിലപാടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സുഡാനിലെ അടുത്ത കാലത്തുണ്ടായ സൈന്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിലെയും മ്യാൻമാറിലെയും എല്ലാം തന്നെ ഓരോ വിഷയങ്ങൾ, കൃത്യമായ വിഷയങ്ങൾ നമുക്ക് വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഭീകരമായ സ്വഭാവമുള്ള ചില പശ്ചാത്തലങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങളിലെ പൗരന്മാർ അമേരിക്കയിലേക്ക് വരുന്നത് കൃത്യമായി നിയന്ത്രിക്കുന്നതിനാണ് നടപടി. അതായത് ഇത്തരത്തിലുള്ള വിസ സംവിധാനങ്ങൾ, ഏതാരാണോ വരുന്നത് അവരുടെ പശ്ചാത്തലം എന്ത് എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം അമേരിക്കയുമായുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സംവിധാനങ്ങൾക്കോ കൃത്യമായി നിരീക്ഷിക്കാൻ സാധ്യമാകാത്ത ബന്ധങ്ങൾ നിലനിൽക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ കാര്യക്ഷമമായ ബന്ധങ്ങളില്ലാത്ത രാജ്യങ്ങളിൽ നിന്നാണ് ഈ ട്രാവൽ ബാൻ നടപ്പാക്കിയിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളായ ഇത്തരത്തിലുള്ള ഭീകരരുടെ കടന്നുകയറ്റം തടയുന്നതിനും അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ളവരുടെ കടന്നുകയറ്റം തടയേണ്ടതുണ്ട്. അത്തരത്തിൽ തടയേണ്ടതിന് അനിവാര്യമായ ചില മാനദണ്ഡങ്ങൾ, വിസ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ മറ്റ് സ്ക്രീനിംഗ് സംവിധാനങ്ങളൊന്നും പ്രായോഗികമായി അമേരിക്കയുമായി നടപ്പാക്കാൻ സാധിക്കാത്ത രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് ഈ ട്രാവൽ ബാൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല അടുത്ത 7 രാജ്യങ്ങൾക്ക്, ക്യൂബ ഉൾപ്പെടെയുള്ള 7 രാജ്യങ്ങൾക്ക് നേരത്തെ നിലവിലുള്ളതുപോലെ തന്നെ ഭാഗികമായ ഒരു യാത്രാ നിരോധനവും നിലനിൽക്കുന്നുണ്ട്. കാര്യങ്ങൾ കാര്യക്ഷമമായി പുരോഗമിക്കുകയാണെങ്കിൽ യാത്രാ നിരോധനം പിൻവലിക്കാനും യാത്രാ അനുമതി പുനഃസ്ഥാപിക്കാനും സാധിക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. അമേരിക്കയുടെ ജനങ്ങളുടെ സുരക്ഷയാണ് പരമപ്രധാനമെന്നും അദ്ദേഹം പറയുന്നു. മാത്രമല്ല മറ്റൊരു സുപ്രധാന വിഷയം കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് ജൂൺ 9, അതായത് വരുന്ന തിങ്കളാഴ്ച മുതൽ ഈ നിയമം നടപ്പിലാകുമെന്നും ഡൊണാൾഡ് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്.
ഓക്കെ, ശരി ഐസൺ. മറ്റൊരു വിഷയം, റഷ്യയിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അറിയിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പുടിനുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന് ശേഷമാണ് ഇക്കാര്യം ട്രംപ് സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചത്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉടൻ സമാധാനം സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നും ട്രംപ് കുറിക്കുന്നു. ഐസൺ, അതിന്റെ വിവരങ്ങൾ എന്താണ്? ശരിയാണ് വീണ. അതായത് ഇരു രാജ്യങ്ങളും തമ്മിൽ, അതായത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉടനാകില്ല എന്ന നിലപാട് നേരത്തെ എന്താണോ ട്രംപ് പറഞ്ഞിരുന്നത്, അതായത് പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിൽ നടത്തുമെന്ന നിലപാടാണ് നേരത്തെ പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ കൃത്യമായി അദ്ദേഹം പറയുന്നത് അത് ഉടൻ സാധ്യമാകുമെന്ന് കരുതുന്നില്ല എന്നാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഏതാണ്ട് ഒരാഴ്ച മുൻപാണ് അതിശക്തമായ ആക്രമണം യുക്രൈന്റെ ഭാഗത്തു നിന്ന് റഷ്യയുടെ നേരെ ഉണ്ടായത്. റഷ്യയിലെ പല വ്യോമത്താവളങ്ങളെ, രണ്ട് പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളെ ആക്രമിച്ച് തകർക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതിന് തിരിച്ചടി നൽകുമെന്ന നിലപാട് വളരെ കൃത്യമായി ഡൊണാൾഡ് ട്രംപിനോട് വ്ളാഡിമിർ പുടിൻ അറിയിച്ചു എന്നാണ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചിരിക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്ക്, അതായത് യുക്രൈന്റെ നീക്കങ്ങൾക്ക് പ്രതികാരം ചെയ്യാതെ സാധ്യമല്ല എന്ന നിലപാട് അറിയിച്ചു എന്ന് തന്നെയാണ് സൂചനയായി അദ്ദേഹം നൽകുന്നത്. അത്തരത്തിലുള്ളൊരു തിരിച്ചടി ശക്തമായി റഷ്യ നൽകുമെന്ന നിലപാട് അറിയിച്ചു. ഏതാണ്ട് 1 മണിക്കൂർ 15 മിനിറ്റോളം നീണ്ട ചർച്ചയാണ് പുടിനുമായി ട്രംപ് നടത്തിയത് എന്നും ആ സമൂഹ മാധ്യമ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ സുദീർഘമായ ചർച്ചകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന ഒരു ഉറപ്പ് തന്നെയാണ്, തിരിച്ചടി നൽകുമെന്ന ഒരു നിലപാട് തന്നെയാണ് പുടിൻ അറിയിച്ചിരിക്കുന്നത്. ആ ഉറപ്പ് പാലിക്കാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും അമേരിക്ക ആ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആക്രമണം നടത്തരുത് എന്ന് പറയാൻ പോലും തയ്യാറാകേണ്ടതില്ല എന്നൊരു നീക്കത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അതിശക്തമായ ഒരു ആക്രമണത്തിനുള്ള സാധ്യത റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളാണ് ഉയർന്നു വരുന്നത്. തീർച്ചയായും വൈകാതെ തന്നെ യുക്രൈന് നേരെ വലിയൊരു സൈനിക നടപടി റഷ്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്ന, അല്ലെങ്കിൽ അത് നടപ്പിലായേക്കുമെന്ന ആശങ്കയോടെ തന്നെ കാത്തിരിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ശരി ഐസൺ, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. അംഗം മുറുകുന്നു. നിലമ്പൂരിൽ NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. വൈകിട്ടാണ് കൺവെൻഷൻ. അതേസമയം തെരഞ്ഞെടുപ്പ് പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം ഇന്ന് അവസാനിക്കുകയാണ്. അരുൺ ആലത്തൂർ ചേർന്നു വിവരങ്ങളുമായി. അരുൺ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, വളരെ സജീവമായി ഈ പ്രചാരണം മുന്നോട്ട് പോകുന്ന ദിവസങ്ങളാണ്. അതിൽ തന്നെ പത്രിക പിൻവലിക്കാനുള്ള ദിവസം ഇന്ന് അവസാനിക്കുന്നു എന്ന വലിയൊരു റിപ്പോർട്ടുണ്ട്. അപ്പോൾ അറിയാം, നമുക്ക് ചിത്രം വ്യക്തമാകാൻ ഇരിക്കുന്നു. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രമന്ത്രി ഇന്ന് മണ്ഡലത്തിലെത്തുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും ഊർജം നൽകുന്ന വാർത്ത. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും എന്നാണ് അറിയുന്നത്. എപ്പോഴാണ് അദ്ദേഹം വരുന്നത് എന്നും ഇന്നത്തെ NDA സ്ഥാനാർത്ഥിയുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അപ്പോൾ എങ്ങനെയായിരിക്കുമെന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മണ്ഡലത്തിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണ രീതികൾ എങ്ങനെയാണ് എന്നും ഇന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ദേശീയ നേതാക്കളും പാർട്ടി അധ്യക്ഷനും അടക്കം മണ്ഡലത്തിലെത്തി സജീവമായി തന്നെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി നിലമ്പൂരിൽ വരുമ്പോൾ വലിയ ആവേശമാകുന്നത് അണികളിൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്നു. നിലമ്പൂരിൽ എത്ര സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്ന് ഇന്ന് അറിയാം. പത്രിക പിൻവലിക്കാനുള്ള സമയം കൂടിയാണ് ഇന്ന് അവസാനിക്കുന്നത്. അപ്പോൾ എത്ര പേർ ഇതിൽ നിന്ന് പിന്മാറുമെന്നൊക്കെ അറിയാം. അപരന്മാരായുമൊക്കെയും പത്രിക ധാരാളമായി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ചിത്രം വ്യക്തമായി വരികയാണ്. അതേസമയം 4 പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമായി നിൽക്കുകയാണ്. NDA ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേശീയ നേതാക്കളടക്കം എത്തുന്ന സാഹചര്യമാണ് ഉള്ളത്. പാർട്ടി അധ്യക്ഷനും എത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ അരുൺ, നിലമ്പൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ അത്
ആവേശം വലിയ തോതിൽ മാറും ഇന്ത്യ ക്യാമ്പിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വിവരങ്ങൾ എന്താണ്? NDAയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഈ നിലമ്പൂരിന്റെ മണ്ണിൽ കൂടുതൽ ശക്തമായ പോരാട്ടത്തിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ചും NDAയുടെ ആ സ്ഥാനാർത്ഥി മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ NDA ക്യാമ്പുകളിലൊക്കെ വലിയ ആവേശമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നിപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടെ നിലമ്പൂരിലെ മണ്ണിലേക്ക് എത്തുമ്പോൾ അത് NDA ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ പകരുന്നതായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം മാറും എന്നുള്ളതിൽ സംശയമില്ല. വൈകിട്ടാണ് NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുറമെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനും അതുപോലെ തന്നെ സംസ്ഥാന നേതാക്കളോ എല്ലാവരും തന്നെ ഈ നിലമ്പൂരിൽ ഓരോ ദിവസങ്ങളിലായിട്ട് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ പോരാട്ടത്തിന്റെ ഒരു തുടക്കത്തിൽ ആദ്യം തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എത്തുന്നതോടുകൂടെ പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഓരോ നേതാക്കളും എത്തിക്കൊണ്ട് വലിയ പരിപാടികൾ, കൺവെൻഷനുകളും മറ്റ് പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് BJP ഉദ്ദേശിക്കുന്നത്, NDA ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും NDA ക്യാമ്പുകളിൽ പ്രധാനമായിട്ടും നമുക്കറിയാം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം സംബന്ധിച്ച് NDA സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ളത് നിലമ്പൂരിൽ വലിയ ഒരു ആകാംക്ഷ ഉള്ള കാര്യമായിരുന്നു. ആ ആകാംക്ഷയ്ക്ക് ഒടുവിലാണ് മോഹൻ ജോർജ് എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടുകൂടെ തന്നെ സ്ഥാനാർത്ഥി നിലമ്പൂർകാരൻ തന്നെയാണ് എന്നുള്ളത് NDAക്ക് ഒരു വലിയ ഗുണമായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കാണുന്നത്. മാത്രമല്ല ഈ ക്രിസ്ത്യൻ സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനം ഈ സ്ഥാനാർത്ഥിക്ക് ഉണ്ട് എന്നുള്ളതാണ്. മാർത്തോമ സമുദായത്തിൻ്റെയും മറ്റൊക്കെ ഭാഗത്തു നിന്ന് വലിയ ഒരു പിന്തുണ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. നിലമ്പൂരിലെ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വോട്ടിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഇടത് വലത് മുന്നണികളൊക്കെ വോട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്തും ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടുകൾ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷേ NDAയുടെ ഈ ഒരു പോരാട്ടത്തിലേക്ക് കടക്കുമ്പോൾ അത്തരം ആളുകളെ വലിയ രീതിയിൽ പരിഗണിച്ചു കൊണ്ടാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂർ മണ്ഡലത്തിൻ്റെ മലയോര ഭാഗങ്ങളിലാണ് അവർ കൂടുതലായിട്ടും അധിവസിക്കുന്നത്. ആ മേഖലകളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട്, വന്യജീവി പ്രശ്നങ്ങൾ, നിരന്തരം പുലിയും കാട്ടാനയും ഒക്കെ ഉൾപ്പെടെ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ആളുകളുടെ ജീവൻ തന്നെ എടുക്കുന്നു, അവരുടെ സ്വത്ത് അപഹരിക്കുന്നു, അവരുടെ കൃഷികൾ നശിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നു. അത് നിലമ്പൂരിൽ MLA ആയിരുന്നു, 9 വർഷക്കാലം MLA ആയിരുന്ന PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി യാതൊരു തരത്തിലും കഴിയാത്ത ഒരു സ്ഥിതി. മാത്രമല്ല പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും സംസ്ഥാനത്തൊട്ടേക്ക് ഇത്തരം വിഷയങ്ങളിൽ യാതൊരു തരത്തിലും ഒരു നടപടികളും ഉണ്ടാവാതെ അതിപ്പോഴും ആ ദുരിതം ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ കൃത്യമായിട്ട് തന്നെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഓരോ ഇടങ്ങളിലും പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം, ആ ജനവിഭാഗത്തെ കൂടി അവരുടെ ഉന്നമനത്തിനു കൂടി താൻ പ്രവർത്തിക്കുമെന്ന് അറിയിച്ചുകൊണ്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്നത്. അപ്പം നമുക്കറിയാം വഖഫ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലൊക്കെ എത്രമാത്രം ബുദ്ധിമുട്ടാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നുള്ളത്. അത്തരം വിഷയങ്ങളൊക്കെ മണ്ഡലത്തിൽ കൂടുതൽ ചർച്ചാ വിഷയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപി ഇന്ന് എത്തുമ്പോൾ സുരേഷ് ഗോപി ഏതൊക്കെ വിഷയങ്ങളായിരിക്കും നിലമ്പൂർ മണ്ഡലത്തിൽ ഉന്നയിക്കുക എന്നുള്ളതും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ്. ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ ഈ പ്രചാരണം പരിശോധിക്കുമ്പോൾ ജനകീയ വിഷയങ്ങളിലേക്കൊന്നും അവർ ഇതുവരെ കടന്നിട്ടില്ല. കേവലം ആരോപണ പ്രത്യാരോപണങ്ങൾ, അതും ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ മലപ്പുറം സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശവും അതുപോലെ തന്നെ ഈ മലപ്പുറവുമായി ബന്ധപ്പെട്ട് മലപ്പുറം രൂപീകരണത്തിന് തങ്ങളായിരുന്നു കാരണക്കാരായതെന്ന് ഇടതുപക്ഷം പറഞ്ഞ് തിരിച്ചടിക്കുന്ന, അങ്ങനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടത് വലത് ക്യാമ്പുകളിൽ ചർച്ച പുരോഗമിക്കുന്നത്. മറ്റൊരിടത്ത് അൻവർ ആണെങ്കിൽ അൻവറും
എപ്പോഴും ഇടതുപക്ഷത്തെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തെയും BJPയും ഒക്കെ ഓരോ വാക്കുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തുക, അതല്ലെങ്കിൽ മോശമായ രീതിയിൽ പല പദപ്രയോഗങ്ങളും നടത്തുക. അതിന് അപ്പുറം അൻവറിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ തന്നെ ഒരു അവ്യക്തത എപ്പോഴും നിലനിൽക്കുന്നു. ആദ്യം തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞു, പിന്നീട് ആ പത്രിക തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുക എന്ന് അറിയിക്കുന്നു. അതേസമയം ഇന്നിനിപ്പോൾ അൻവർ പത്രിക പിൻവലിക്കുമോ എന്നുള്ളത് കൂടെ ഒരു എല്ലാവരും ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ടിസ്റ്റ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുമോ എന്നും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ NDA സ്ഥാനാർത്ഥി ഈ ചിത്രത്തിൽ കൃത്യമായിട്ട് തന്നെ ജനകീയ വിഷയങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് പ്രചാരണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ആ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് പോകുന്ന വേളയിലാണ് ഇന്നിപ്പോൾ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂടി നടക്കാൻ പോകുന്നത്. അതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുമ്പോൾ അത് NDA ക്യാമ്പുകൾക്ക് കൂടുതൽ ആവേശവും ഊർജ്ജവും ഒക്കെ പകരുമെന്നതിനപ്പുറം എന്തായിരിക്കും ഇന്ന് നിലമ്പൂരിലെ മണ്ണിൽ സുരേഷ് ഗോപി സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യമുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ സ്ഥാനാർത്ഥികളുടെ പത്രിക അത് പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം ഇന്ന് 3 മണി വരെയാണ് സമയം ഉള്ളത്. 14 സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉള്ളത്. ഈ 14 പേരിൽ ചില ഡമ്മി സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട്. അതിൽ ആരുടെയൊക്കെ പേരുകൾ ഇനി ഉണ്ടാവും, അന്തിമമായിട്ട് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഏതായാലും ഇന്ന് 3 മണി കഴിയുന്നതോടുകൂടെ തന്നെ അതിലൊരു വ്യക്തത വരും എന്നുള്ളത് തന്നെയാണ്. അതിൽ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഉറ്റുനോക്കുന്ന ഒരു ഘടകം എന്നുള്ളത് ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അൻവർ ഈ സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുമോ എന്നുള്ളൊരു കാര്യമുണ്ട്. അതും എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഘടകമാണ്. ഓക്കെ, ശരി അരുൺ. നമ്മൾ മറ്റൊരു വിഷയം വളരെ പ്രാധാന്യത്തോടെ ഇന്നത്തെ ദിവസം ചർച്ച ചെയ്ത് വന്നത് ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതി ദിനത്തിൽ ചില പരിസ്ഥിതി ചിന്തകൾ കൂടിയാണ് ജനം TV ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഒരിക്കൽ ജീവനാഡിയായിരുന്ന തലസ്ഥാനത്തെ കരമനയാറിൻ്റെ അവസ്ഥ നോക്കാം. ഇന്ന് കരമനയാർ മാലിന്യവാഹിനിയാണ്. കേരളത്തിലെ ഏറ്റവും മലിനമായ നദികളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്താണ് കരമനയാർ. നദിയെ മാലിന്യമുക്തമാക്കാനും സംരക്ഷിക്കാനുമുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഖിൽ, കരമനയാർ മാലിന്യവാഹിനിയായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ, നീക്കങ്ങൾ ഇതിനെ ഈ മാലിന്യത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി നടന്നിട്ടുണ്ടോ? വീണ, നമ്മുടെ സംസ്ഥാനത്തെ 14 നദികൾ, അതായത് തെക്കോട്ട് 41, 3 പടിഞ്ഞാറോട്ടും ഒഴുകി കേരളം വലിയ ജനസമൃദ്ധിയാണ് എന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടുന്നുണ്ട്. എൻ്റെ പുറകിൽ കാണുന്നത് അങ്ങനെ നമ്മൾ ഓരോ നദി കാസർഗോഡ് നിന്നും ആരംഭിച്ച് വന്നാൽ 17ാമത് ആ വിക്കിപീഡിയ നോക്കിയാൽ പോലും കാണാൻ പറ്റുന്ന ഒരു കരമനയാറാണ് എൻ്റെ പുറകിൽ കാണുന്നത്. ആ കരമനയാറിൻ്റെ ആ നിശ്ചലമായ ആ വെള്ളത്തിൻ്റെ നിറം തന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന തരത്തിലാണ്. എന്തു നിറത്തിലാണ് ഈ വെള്ളം കിടക്കുന്നത്. ഈ വെള്ളം അങ്ങ് പടിഞ്ഞാറങ്ങ് തെക്കേ അറ്റത്ത് നിന്നും അഗസ്ത്യാർകൂടത്ത് നിന്നാണ് ഈ നദിയുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. 3 താലൂക്കുകൾ പൂർണ്ണമായും സഞ്ചരിച്ചാണ് ഇത് തിരുവല്ലത്ത് അറബിക്കടലിൽ ചേരുന്നത് തന്നെ അങ്ങനെയാണ്. അവിടെയാണ് ഈ കരമനയാറ് ഏറ്റവും അവസാനിക്കുന്നത്. അതായത് നെടുമങ്ങാട്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര താലൂക്കുകളിലൂടെയാണ് ഇത് സഞ്ചരിച്ചു പോകുന്നത്. തിരുവനന്തപുരത്തെ നഗരവാസികൾക്ക് ശുദ്ധജല കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി അരുവിക്കരയിൽ ഡാമിൽ തണകെട്ടി തടഞ്ഞു നിർത്തിപ്പോലും ഈ നദിയാണ്, അല്ലെങ്കിൽ ഈ കരമനയാറിലെ വെള്ളമാണ് ഈ തിരുവനന്തപുരം നഗരത്തിലേക്ക് കുടിക്കാൻ പോലും എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്. നമ്മൾ കാണുന്നത് പോലെ 68 കിലോമീറ്ററാണ്, അതായത് അഗസ്ത്യാർകൂടത്തിൽ നിന്നും ഉത്ഭവിച്ച തിരുവല്ലത്ത് അറബിക്കടലിൽ കോവളത്തിന് സമീപം അവിടെ സമാപിക്കുമ്പോൾ 68 കിലോമീറ്ററുകളാണ് നമ്മൾ ഈ കാണുന്ന കരമനയാറ് സഞ്ചരിച്ചു പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ കിള്ളിയാറിൻ്റെ സ്ഥിതിയും നമ്മൾ പരിശോധിച്ച് നോക്കിയത്. ജന്മഭൂമിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ നടത്തിയ കിള്ളിയാർ യാത്രയുടെ ഭാഗമായി നമ്മൾ അന്ന് കണ്ടതാണ്. തീർത്ഥക്കരയിൽ നിന്നാണ് കിള്ളിയാറിൻ്റെ ഉത്ഭവം ഉണ്ടാകുന്നത്. കിള്ളിയാർ നെടുമങ്ങാടും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിലേക്കും കടന്ന് അത് ഈ കല്ലടിമുക്കിൽ, കരമനയാറിൻ്റെ പരിധിയിൽ കല്ലടിമുക്കിൽ അത് സമാപിക്കുമ്പോഴാണ് ഏറ്റവും മാലിന്യ കൂമ്പാരമായി മാറുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നത്. ഇത്രയും ശുദ്ധമായി ഒഴുകിയിരുന്ന പല നദികളും ഇന്ന് ഈ അവസ്ഥയിലേക്ക്, മരങ്ങളും അതുപോലെ തന്നെ പായലും മാലിന്യങ്ങളും എല്ലാം, നഗരത്തിലെ മാലിന്യങ്ങൾ കൊണ്ട് തള്ളാനുള്ള ഒരു കേന്ദ്രമായി ഇത് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്തൂടെ, തിരുവനന്തപുരത്തിന് പ്രതീക്ഷയായി മാറിയിരുന്ന, ഒരു കാലത്ത് തിരുവനന്തപുരത്തിന് ജീവനാഡിയായിരുന്ന
ഈ കരമനയാർ ഇന്ന് ഒരു മാലിന്യവാഹിനിയായി പോകേണ്ടി വരുന്നു എന്നുള്ള പറയുന്നത് തന്നെ സങ്കടകരമായ അവസ്ഥയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പറയുക എന്ന് പറയുന്നത് തന്നെ ഈ പരിസ്ഥിതി ദിനത്തിൽ എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം പ്രകൃതിയെ സംരക്ഷിക്കുക, പുഴകളെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയോടൊപ്പം ചേർന്ന് ജീവിക്കുക എന്ന് പറയുന്നത് തന്നെ അത് ഏറ്റവും മനോഹരമായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ വലിയ കെട്ടിടങ്ങളിലേക്കും സൗധങ്ങളിലേക്കും എല്ലാം പോകുമ്പോൾ ആ കെട്ടിടങ്ങളുടെയും സൗധങ്ങളുടെയും ഒക്കെ തന്നെ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ, മനുഷ്യൻ്റെ വിസർജ്യങ്ങൾ പോലും ഈ പുഴകളിലേക്ക് ഒഴുകി അല്ലെങ്കിൽ മാലിന്യങ്ങളെ കൊണ്ടുതള്ളുന്ന സ്ഥിതിയിലേക്ക് പോവുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ പ്രകൃതിയെ കൊല്ലുന്നതിന് തുല്യമാണ്. പ്രകൃതിക്കും ജീവനുണ്ട് എന്ന കവികൾ പാടിയതുപോലെ, സുഗതകുമാരി ടീച്ചറിൻ്റെ ഒരു കവിതയിൽ പറയുന്നത് പോലെ ഈ അമ്മയ്ക്ക് വേണ്ടി ഒരു മരം നടാം, മക്കൾക്ക് വേണ്ടി ഒരു മരം നടാം, നമ്മുടെ നാളേക്ക് വേണ്ടി ഒരു മരം നടാം എന്ന് സുഗതകുമാരി ടീച്ചർ പാടിയതുപോലെ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാണോ എന്ന് കവികൾ പാടിയതുപോലെയാണ് ഇന്നത്തെ നമ്മുടെ സ്ഥിതിവിശേഷം. ഇപ്പോൾ നമ്മളോട് ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട്, കരമനയാർ സംരക്ഷിക്കണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറും അതുപോലെ തന്നെ നദിപൂജകളിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തിട്ടുള്ള തന്ത്രികാചാര്യൻ സുന്ദർ തന്ത്രികളും എല്ലാം തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ കരമന അജിത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിൽ അങ്ങ് കൗൺസിലറായിരുന്നതാണ് ഈ പ്രദേശത്ത്. അങ്ങ് കൗൺസിലറായിരിക്കുന്ന സമയത്താണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട നെയ്യാറ്റിൻകരയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്ന ഭാഗത്തെ കരമന പാലം വരുന്നിടത്ത് കമ്പിവേലി കെട്ടി ഇവിടെ മാലിന്യം തള്ളാതിരിക്കാനുള്ള ഒരു സംസ്കരണ പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കി. എന്നാലും നദികളിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നു. കരമനയാർ ഇത്രയും അശുദ്ധമായി ഒഴുകുന്നു. എങ്ങനെയാണ് ഇതിനെ നമുക്ക് പുനർജീവിപ്പിക്കാൻ? നഗരസഭ ഏതെങ്കിലും തരത്തിൽ, സർക്കാർ സംവിധാനങ്ങൾ ഏതെങ്കിലും തരത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ ഇപ്പോഴും? തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും വലിയ ജലസ്രോതസ്സാണ് നമ്മുടെ കരമന ആറെന്ന് പറയുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 68 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മുടെ ഈ വട്ടിയൂർക്കാവ് ഭാഗത്ത് വരുമ്പോഴാണ് ഇത് ഏറ്റവും കൂടുതൽ മലിനമാകുന്നത്. ഇന്നൊരു മാലിന്യവാഹിനിയായിട്ട് മാറിയിരിക്കുന്നു നമ്മുടെ കരമന ആറ് എന്ന് പറയുന്നത്. മാലിന്യവാഹിനി എന്ന് പറയുമ്പോൾ ഈ ജൈവ മാലിന്യങ്ങളും അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങളും കൊണ്ട് വലിച്ചെറിയുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു, ഒരു സ്ഥലമായി മാറിയിരിക്കുന്നു. മറ്റൊന്നുമല്ല, മനുഷ്യ വിസർജനം പോലും, ഡ്രെയിനേജ്, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന് ഡ്രെയിനേജ് സംവിധാനം വളരെയധികം വിരളമാണ്. 3-1, അതായത് 33 വാർഡുകളിൽ മാത്രമാണ് ഡ്രെയിനേജ് സംവിധാനം ഉണ്ട് എന്ന് നമ്മൾ കാണുന്നത്. അതും ഭാഗികമായിട്ടാണ്. ഈ ഡ്രെയിനേജ് മാലിന്യങ്ങൾ തള്ളുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുന്നു. അറവ് മാലിന്യങ്ങൾ, അത് ആടുമാടുകൾ അറവ് ചെയ്യുന്ന അറവ് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന ഒരു പ്രദേശമായിട്ട് മാറുന്നു. ഈ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ്, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഒരു പഠനം നടത്തി. ഈ ആറിനെ കുറിച്ച് സംബന്ധിച്ചൊരു പഠനം നടത്തി. ആ പഠനത്തിൽ നമ്മൾ ക്ലോറോഫോമിൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ ബിഒടിയുടെ, അതായത് ബയോ കെമിക്കൽ ഓക്സിജൻ്റെ തോത് വളരെയധികം കൂടുതലാണ്. 7.3 ആണ്. അപ്പോൾ നോക്കണേ നിങ്ങൾ, 7.3 ആണ് ഇതിൻ്റെ അളവ്. കേവലം 3 മില്ലിഗ്രാം മാത്രമേ പാടുള്ളൂ. പക്ഷേ 7.3 മില്ലിഗ്രാം കൂടുതൽ എന്നാണ് ആ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ക്ലോറോഫോമിൻ്റെ അളവ് കൂടുതലാണ്. ഏകദേശം 24,000 ആണ് ആവശ്യം, അതിൻ്റെ തോത് ആവശ്യം, ഒരു സാധാരണ കുടിവെള്ളത്തിന് ആവശ്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഉണ്ടാവേണ്ടത് 20 ഉണ്ട് എന്നുള്ളതാണ് അവർ തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഉണ്ടാകേണ്ടത്, ആവശ്യമായിട്ടുള്ളത് 22,500 മാത്രമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡ്രെയിനേജ് മാലിന്യമാണ് ഈ ആറ്റിൽ കൂടി ഒഴുകുന്നത് എന്ന് ആ പഠന റിപ്പോർട്ട്. pHൻ്റെ അളവ് കൂടുതലാണ്. അതുപോലെ തന്നെ ഓക്സിജൻ്റെ അളവ് കുറവാണ്. ആ ഓക്സിജൻ്റെ അളവ് കുറവുമ്പോൾ ഒരു ജീവജാലം ഇതിൻ്റെ അകത്തില്ല. പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്തൊക്കെ മീൻ പിടിക്കുവാൻ വേണ്ടി ഈ കരകൾ വന്നിരിക്കും. നിരവധി മീനുകൾ ഈ പ്രദേശത്തുണ്ട്. ഇന്നിപ്പോൾ ഒരൊറ്റ മീൻ പോലും ഇതിൻ്റെ അകത്തില്ല. ജീവജാലങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു സാധനം. ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കും? കേന്ദ്ര സർക്കാരൊക്കെ വലിയ രീതിയിൽ ജലസംഭരണികൾ സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോൾ യമുനയും ഗംഗയും ഒക്കെ തന്നെ ശുചീകരണ പദ്ധതിയുടെ ഭാഗമായി വലിയ രീതിയിൽ നവീകരിക്കുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ജലനിധി മിഷൻ്റെ പദ്ധതികൾ പോലുള്ള, അല്ലെങ്കിൽ ഈ നദീ സംരക്ഷണം പോലുള്ള പദ്ധതികൾ അട്ടിമറിക്കപ്പെടുന്നത്. അത് ബോധപൂർവമായി ഇതൊന്നും സംരക്ഷിക്കപ്പെടേണ്ടതല്ല, പ്രകൃതി സംരക്ഷിക്കപ്പെടേണ്ടതല്ല എന്ന് ഈ സർക്കാർ സംവിധാനങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാകാം. തീർച്ചയായിട്ടും
ഈ സർക്കാർ സംവിധാനം തിരുവനന്തപുരം നഗരസഭയെ തന്നെ നമുക്കെടുക്കാം. ഈ കിള്ളിയാറിനെ സംബന്ധിച്ചും കരമനയാറിനെ സംബന്ധിച്ചും നിരവധി പ്രാവശ്യം സഭയ്ക്കകത്ത് ഞാൻ ഓരോ തെളിവുകളടക്കം അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. അത് എന്തെന്ന് പരിശോധിക്കാൻ. ഇവിടെ കയ്യേറ്റം നമ്മുടെ കിള്ളിയാറിനെ സംബന്ധിച്ചിടത്തോളം കരമനയാറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഇതാണ്ടപ്പെടും. ആറ് കണ്ടല്ലേ, ഒഴുക്ക് നിശ്ചലമായിരിക്കുന്നു. ഇത്രയും മഴ പെയ്തിട്ട് പോലും ഒഴുക്ക് നിശ്ചലമായിരിക്കുന്നു. എന്താ ഇതിന് കാരണം? ഇതിൻ്റെ ആറിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കയ്യേറ്റങ്ങൾ. ഈ കയ്യേറ്റങ്ങളെ സംരക്ഷിക്കുന്നത് ആരാണ് സംരക്ഷിക്കുന്നത്? ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരാണ്. ഈ കയ്യേറ്റത്തിനെതിരെ ശക്തമായ പോർവിളിയുമായി ഭാരതീയ ജനതാ പാർട്ടി അതുപോലെ നമ്മളെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ ഇടപെടുന്ന സമയത്ത് സർക്കാർ അവരെ സംരക്ഷിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ആറിൻ്റെ ഒഴുക്ക് സുഗമമാകുന്നത്? നിങ്ങളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ 5 വർഷക്കാലം നമ്മുടെ ഒ രാജഗോപാൽ നമ്മുടെ ഇവിടെ MLA ആയിരുന്നു. ഈ കാണുന്ന ബയോ പാർക്ക് ഏകദേശം 62 ലക്ഷം രൂപ മുടക്കി ബയോ പാർക്ക് നമ്മൾ നിർമ്മിച്ചു. അതുപോലെ തന്നെ ഈ നടപ്പാതയ്ക്ക് നമ്മുടെ ഈ പറയുന്ന എതിർവശത്തുള്ള നടപ്പാത അന്ന് രാജേട്ടൻ MLA ആയിരുന്ന സമയത്താണ് അതിന് വേണ്ട അവസരം ഉണ്ടാക്കി കൊടുത്തത്. പണം നമ്മൾ കണ്ടെത്തുകയും ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടും ഞാൻ അന്ന് ഇവിടുത്തെ കൗൺസിലറായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചെക്ക് ഡാം ഈ വേനൽ സമയത്ത് ഇത്രയും വെള്ളം കാണില്ല. കാരണമെന്ന് പറഞ്ഞാൽ വെള്ളം പെട്ടെന്ന് ഒലിച്ചു പോകും. ആ ഒലിച്ചു പോകുന്നത് തടയുന്നതിന് വേണ്ടി അധികം വെള്ളം ഈ ആറിൽ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെക്ക് ഡാം നിർമ്മിച്ചത്. തീർച്ചയായിട്ടും അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുവാൻ സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത്. ഇത് തിരുവല്ലം വരെ പ്രകൃതി സൗന്ദര്യമായി നടപ്പാതകളും അതുപോലെ തന്നെ ആറിന് ഈ ഡ്രെയിനേജ് മാലിന്യങ്ങൾ ഒഴിച്ചുവിടാൻ തള്ളാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ബണ്ടുകൾ നിർമ്മിച്ചുകൊണ്ട് ഈ ആറിനെ സംരക്ഷിക്കണമെന്നുള്ള ഒരു ബൃഹത്തായ പദ്ധതിക്ക് അന്ന് രാജേട്ടൻ അത് ഗംഗാ മോട്ടൽ അതാണ് അതിനെക്കുറിച്ച് അദ്ദേഹം പഠിച്ചിരുന്നു. ഈ അരമന ആറ് മുതൽ തിരുവല്ലം വരെ അദ്ദേഹം വഞ്ചിയിൽ കയറി സഞ്ചരിച്ചുകൊണ്ട് എവിടെയൊക്കെയാണ് ഇത് സംരക്ഷിക്കപ്പെടേണ്ടത്, ഈ മാലിന്യം തള്ളാൻ പറ്റാത്ത തള്ളുന്ന സ്ഥലങ്ങൾ ശരിക്കും ഇതുപോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ തന്ത്രിദേഹം ഇതിൽ ഏറ്റവും കൂടുതൽ അങ്ങ് നദിപൂജയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. പ്രകൃതിയെ പൂജിച്ചിരുന്ന, നദികളെ പൂജിച്ചിരുന്ന ഒരു സംസ്കാരം കൂടി നമ്മുടെ നാടിനുണ്ട്. അത് ഈ നമ്മുടെ തലമുറകളിൽ നിന്ന് ഇല്ലായ്മ പോകുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായി നമുക്ക് കണക്കൂട്ടേണ്ടി വരും അല്ലേ? തീർച്ചയായും. നദി എന്ന് പറയുന്നത് മാതാവാണ്. മാതാവിൽ നിന്നാണ് നമ്മൾ അതുപോലെ ഒരു സംസ്കാരം ജനിക്കുന്നതും ഒരു ജീവജാലങ്ങൾക്കെല്ലാം ജീവൻ പ്രദാനം ചെയ്യുന്നതൊക്കെ നദിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ നദിയെ മാതാവായി കണ്ടുകൊണ്ടാണ് നമ്മൾ നദി പൂജിക്കുന്നത്. നമ്മളെ പുരാണങ്ങളിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ വേദഗ്രന്ഥങ്ങളിലും ഒക്കെ നദിക്ക് ഭയങ്കരമായ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നമ്മളെ ഈ ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ, ആറാട്ട് കാര്യങ്ങളൊക്കെ നടക്കുമ്പം നദിക്ക് ആ സമയത്ത് ഒരു പൂജയാണ്, നദിപൂജ. നദിയെ പൂജ ചെയ്തിട്ടാണ് നമ്മൾ ഭഗവാന്റെ ആറാട്ട് പോലും നടത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ സാംസ്കാരികമായ കാര്യങ്ങൾക്കുള്ളപ്പം ആ പ്രകൃതിയെ സംരക്ഷിക്കുകയും അതുപോലെ നദിയെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുകയും നമ്മളെ ആരോഗ്യ പരിപാലനത്തിനും നമ്മളെ വരും തലമുറകൾക്ക് എന്നും ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് ആറെന്ന് പറയുന്നത്. പക്ഷേ അതിനെ ഇന്ന് പൂർണ്ണമായിട്ട് മലിനമായിക്കൊണ്ട് പല രീതിയിൽ നശിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അധികാരികൾ പോലും അതിൽ ജോലി ചെയ്യുന്ന പല വ്യക്തികൾ വരെ ആ ആറ്റിൽ കൊണ്ട് മാലിന്യം തള്ളുന്ന കണ്ടിട്ടുണ്ട്. നമ്മളതിനെ വിലക്കിയിട്ടുമുണ്ട്. പക്ഷേ അതിലൊക്കെ ഇത് മാറ്റം ഉണ്ടാകാൻ വേണ്ടി ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നദിപൂജ ഒരു സ്വാമി പറഞ്ഞിരുന്ന അദ്ദേഹം ചെയ്യണമെന്ന് പറഞ്ഞ് നിർബന്ധമായിട്ടും പറഞ്ഞ് മാത്രമല്ല നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഇതിൽ നദിപൂജ എല്ലാ തിങ്കളാഴ്ചയും തുടങ്ങിയിട്ടുണ്ട്. ദൈനംദിനമാക്കണം. അതുപോലെ ഈ കരമനയാറിൻ്റെ ഘട്ടങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ കടവുകളൊക്കെ ഉണ്ട്, ആറാട്ട് ഉപയോഗിക്കുന്ന കടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ആ ഘട്ടുകളിലൊക്കെ നമ്മൾ നദിപൂജ ചെയ്താൽ ഒരു സാംസ്കാരികമായ അവബോധം ഇതുണ്ടാകും അവർക്ക്. അപ്പോൾ അതിനുവേണ്ടി ജനങ്ങളെല്ലാം പ്രയത്നിക്കുകയും ചെയ്യണം, അത് സഹകരിക്കുകയും ചെയ്യണം. ഈ നദിയെ ഉത്തേജിപ്പിച്ച് നമ്മൾ പൂർണ്ണസ്ഥിതിയിൽ പഴയ കരമനയാറിൻ്റെ രീതിയിൽ കൊണ്ടുവരണം. അതൊരു പ്രാർത്ഥനയായിട്ട് എല്ലാവരും വ്രതമായിട്ട് സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രധാന കാനന ക്ഷേത്രങ്ങളിലൊന്നായ ശബരിയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് വലിയ വിഘാതം സൃഷ്ടിച്ച പ്ലാസ്റ്റിക് മാലിന്യം എണ്ണിത്തിട്ടപ്പെടുത്താനാവുന്നതിനപ്പുറമാണ് ഓരോ വർഷവും അയ്യന്റെ സന്നിധിയിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക്കിന്റെ കണക്ക്. പ്ലാസ്റ്റിക്കിന് കർശന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും ടൺ കണക്കിന് മാലിന്യമാണ് എത്തുന്നത്. പ്രകൃതിക്കും മനുഷ്യനും വന്യമൃഗങ്ങൾക്കും ഒരുപോലെ ദോഷം ചെയ്യുന്ന പ്ലാസ്റ്റിക് കുമിഞ്ഞു കൂടുമ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കാനേ അധികൃതർ കഴിയുന്നുള്ളൂ.
അരുൺ കൊടുങ്ങൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, ഇത് ശബരിമലയിൽ നിന്ന് പകർത്തിയ കാഴ്ചകളാണ് എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കുമെന്നറിയില്ല. പക്ഷെ നമുക്കറിയാം, നമ്മൾ ഈ ശബരിമല എപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴെല്ലാം ജനം ടി വി സംഘം അവിടെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൃശ്യങ്ങൾ നമുക്ക് ഇങ്ങനെ പ്രത്യേകമായി പോയി പകർത്തേണ്ട കാര്യം പോലുമില്ല. ഇതിങ്ങനെ കുമിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്നത് ടൺ കണക്കിന് മാലിന്യമായി മാറിക്കൊണ്ടിരിക്കുകയാണത്. പ്രകൃതിക്ക് ദോഷമാകുന്നു, മനുഷ്യന് ദോഷമാകുന്നു, അവിടെയുള്ള വന്യമൃഗങ്ങൾ ദോഷമാകുന്നു. അതിനൊപ്പം തന്നെ ആ പുണ്യപ്രദേശത്തെ ആകെ മലിനമാക്കുകയും ചെയ്യുന്നു. സങ്കടകരമായ കാഴ്ച എന്നുകൂടി പറയേണ്ടി വരുന്നു. അങ്ങേയറ്റം പ്രതിഷേധാർഹവുമാണ്. എന്തൊക്കെ കാര്യങ്ങൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു? തീർച്ചയായും അതുതന്നെയാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് നമ്മൾ ഈ ഒരു വലിയ പ്രതിസന്ധിയെപ്പറ്റി കൃത്യമായി തന്നെ ഓർമ്മപ്പെടുത്തിയിരുന്നു. എന്തായാലും ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ, പ്രത്യേകിച്ച് ഈ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു വലിയ പോരാട്ടം നടക്കുന്ന ഈ ഒരു സമയത്ത് കൃത്യമായി തന്നെ ഏറ്റവും ഉചിതമായ ഒരു സമയത്ത് തന്നെയാണ് ഈ വിഷയം വീണ്ടും നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. എന്തായാലും ദേവസ്വം ബോർഡിൻ്റെ അധികൃതരൊക്കെ തന്നെയും മുഴുവൻ ആളുകളും നമുക്ക് ഒപ്പമുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട്. കഴിഞ്ഞ മണ്ഡലകാലത്ത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തായിരുന്നു ഈ ശബരിമലയിലെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമായി പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ശരിക്കും അന്ന് അങ്ങ് പറഞ്ഞിരുന്നു ഒരു ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ കുറിച്ച് അങ്ങ് പറഞ്ഞിരുന്നു. എന്താണ് ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ പറയാനുള്ളത്? ഇന്ന് ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടിയാണ്. അത് ലോക പരിസ്ഥിതി ദിനത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം കൂടി വന്നത് ഒരു പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രം എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം പകരുന്നതാണ്. എന്തായാലും പ്ലാസ്റ്റിക് മുക്തമാണ് ശബരിമല. സന്നിധാനം പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മുക്തമാണ്. ഇവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. പക്ഷേ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ വന്നു ചേരുന്ന ഒരു ഇടം എന്നുള്ള നിലയിൽ കുറേ പ്ലാസ്റ്റിക്കുകൾ ഇരുമുടി കെട്ടിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അത് ഒരു കാരണവശാലും പ്ലാസ്റ്റിക് കൊണ്ടുവരാൻ പാടില്ല എന്ന് തന്ത്രിയുടെയും മറ്റ് സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ അഭ്യർത്ഥനകൾ പോകുന്നുണ്ടെങ്കിൽ പോലും ചുരുങ്ങിയ തോതിലെങ്കിലും പ്ലാസ്റ്റിക് വരുന്നുണ്ട്. അതില്ലാതാക്കുവാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കിത് ബോധവൽക്കരണം മാത്രമേ നമുക്ക് നടത്താൻ സാധിക്കുകയുള്ളൂ. ബാക്കി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നതിനെക്കുറിച്ച് ബോർഡ് ഗൗരവമായി ഞങ്ങൾ ആലോചിക്കും. എന്തായാലും ഇന്ന് ഇതൊരു പരിസ്ഥിതി പ്രദേശം കൂടിയാണ്. ഇതൊരു ടൈഗർ റിസർവ് ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെയുള്ള പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നതും കൂടി ഇവിടെ എത്തുന്ന ഭക്തർ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ അതിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം എന്നുള്ള നിലയിലാണ് ഇവിടെ ഞങ്ങൾ തന്ത്രി ബ്രഹ്മദത്തിനും ഒക്കെ കൂടി ചേർന്ന് ചന്ദനം വെച്ചിട്ടാണ് നമ്മളത് തുടക്കം കുറിച്ചത്. മറ്റ് പരിസ്ഥിതി ദിനത്തിൻ്റെ ഭാഗമായി ഒട്ടേറെ വിഷയങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റെല്ലാ ക്ഷേത്രങ്ങളിലും ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടുകൂടി മറ്റ് പ്രതിഷ്ഠാ പൂജാ കർമ്മങ്ങൾ നടന്നു വരികയാണ്. ദേവസ്വം ബോർഡ് മെമ്പർ കൂടി ചേരുകയാണ്. എന്തായാലും ഒരു വലിയ വിപത്ത് പ്ലാസ്റ്റിക് ഈ മല കയറി എത്തുകയാണ്. അത് ഒരു വലിയ പ്രതിസന്ധിയായി മുന്നോട്ട് ഈ പരിപാവനമായ ഇടത്തിന് ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഈ പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ ഞങ്ങൾ പ്ലാസ്റ്റിക് മുക്ത സന്നിധാനം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മുക്ത പമ്പ ആ രൂപത്തിൽ വലിയ പ്രചരണമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രശസ്ത സാഹിത്യകാരന്മാർ, സാംസ്കാരിക നായകന്മാർ, അതുപോലെ സംവിധായകർ, സിനിമാ സംവിധായകരടക്കം KS ചിത്ര, ഗായിക KS ചിത്ര അടക്കം ഒട്ടേറെ പേരെ കൊണ്ട് വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ലോക പരിസ്ഥിതി ദിനത്തിൽ ഞങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യനും പരിസ്ഥിതിയും തമ്മിൽ ഇണങ്ങി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. പരസ്പര ഏറ്റുമുട്ടലിൽ കൂടി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. വലിയ സൗഹാർദ്ദത്തോടെ, നല്ല മാനസികമായ പൊരുത്തത്തോടു കൂടി വേണം നമ്മൾ പോകണം എന്നുള്ള സന്ദേശം കൂടി കൊടുക്കുകയാണ്. ഇതുമാത്രമല്ല, നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലും അതിൻ്റെ കോമ്പൗണ്ടുകളിൽ ഇതുപോലെ വൃക്ഷത്തൈകൾ നടണമെന്നുള്ള സന്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നടന്നു വരികയാണ്. വലിയ ഒരു സന്ദേശമാണ് ഇപ്പോൾ ദിനത്തിൽ നമ്മൾ ദേവസ്വം ബോർഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി, ആ ഒരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ, നടപടികൾ ഒക്കെ തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഇപ്പോൾ എടുത്തു വരുന്നത്. ആ കാര്യങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡ് അധികൃതരൊക്കെ തന്നെ ഇപ്പം നമ്മളോട് വിശദീകരിച്ചത്. സരോവരത്ത് ഏക്കർ കണക്കിന് തണ്ണീർത്തടം നികത്തിയതിനെതിരെ പ്രതിഷേധം വ്യാപകമാണ്. തണ്ണീർത്തടം നികത്തി നിർമ്മിച്ച സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കോർപ്പറേഷന്റെ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ആരോപണമാണ് ഉയരുന്നത്. സരോവരം പ്രകൃതി സംരക്ഷണ സമിതി പ്രവർത്തകർക്കൊപ്പം അനഘ ഹർഷൻ ചേരുന്നു. വീണ, ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 വരികളുണ്ട്. അതായത് കാടവിട മക്കളെ, മേടവിട മക്കളെ, കാട്ടുപുൽ തകിടിയുടെ വേരവിട മക്കളെ.
അത് തന്നെയാണ് സരോവരത്തെ പ്രകൃതി സംരക്ഷണ സമിതി അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ചോദിക്കാനുള്ളത്. ഇവിടെ ഉണ്ടായിരുന്ന 250 ഏക്കർ അധികം ഉണ്ടായിരുന്ന കണ്ടൽ വനങ്ങൾ എവിടെ? അതിനുത്തരം തരാൻ ഇതുവരെ ഇവിടെയുള്ള ഒരു അധികൃതർക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഇവർ വ്യത്യസ്തമായൊരു പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അതായത് ഇവിടെ തണ്ണീർത്തടം നികത്തിയാണ് ഈ സ്വകാര്യ സ്ഥാപനം ഈ പാർക്കിംഗ് ഏരിയ അടക്കം പണിതിരിക്കുന്നത് എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അതൊരു തരത്തിൽ ശരിയാണ് എന്ന് തെളിഞ്ഞിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർക്കിംഗ് ഏരിയയുടെ മുൻവശത്ത് ഇത്തരത്തിൽ ഈ മരം നട്ടുകൊണ്ടാണ് ഇവർ ഇവിടെ പ്രതിഷേധിക്കുന്നത്. വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ് ഇവരിവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത്, ഈ പാർക്കിംഗ് ഏരിയയുടെ ഈ ഭാഗത്താണ് ഇവർ ഇവിടെ മരം നട്ടിരിക്കുന്നത്. ഈ നമ്മളിപ്പോൾ കുറേ കാലങ്ങളായിട്ടാണ് ഇവിടെ ഈ സമരങ്ങളായി മുന്നോട്ട് പോകുന്നത്. പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കൊല്ലങ്ങളായി, ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2-3 കൊല്ലങ്ങളായി ഞങ്ങൾ ഇതിനു വേണ്ടി ഈ പ്രകൃതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ കാര്യത്തെ പറ്റി ഇടപെടുന്നില്ല. കാരണം നമ്മുടെ ഹൈക്കോടതിൻ്റെ ഓർഡർ നിലവിലുണ്ടായിട്ട് വരെ നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾക്ക് ഇടപെടുന്നില്ല. ഇവർ പിന്നെയും പ്രകൃതി നശിപ്പിക്കുന്നത്. കാരണം നിങ്ങൾ ഈ കാണുന്ന ഈ എൻട്രൻസ് കണ്ടില്ലേ, ഈ എൻട്രൻസ് ഇവിടെയൊക്കെ കാണുന്ന ഈ പറയുന്ന ഇവിടേക്കുള്ള ഈ ചെടികളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ചെടികളുണ്ടായ സ്ഥലങ്ങളാണ്. ഈ ചെടികളൊക്കെ ഇതേമാതിരി ഈ പറയുന്ന ഭൂമാഫിയയുടെ ആളുകൾ വെട്ടി നശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് മണ്ണടിക്കാനുള്ള സംവിധാനങ്ങളായി കൊടുത്തത്. അതായത് ബാക്കിലുള്ള തണ്ണീർത്തടങ്ങളും കണ്ടൽ കാടുകളും നശിപ്പിക്കാനായിട്ടുള്ള സംവിധാനം ചെയ്തു കൊടുത്ത് ഇന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട്ടിലെ കലക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ മേയറോ നമ്മുടെ ജനപ്രതിനിധികളോ ആരും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അത് തന്നെയാണ് വീണ, ഇവർ പ്രതിഷേധിക്കുകയാണ്. അത് നിരന്തരം ഇവർ കോർപ്പറേഷന് മുന്നിലും അധികാരികളുടെ മുന്നിലും തങ്ങൾക്ക് ഈ തണ്ണീർത്തടം, കോട്ടൂളി തണ്ണീർത്തടം അത് സംരക്ഷിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് ഇവർ നിരന്തരം സമരമുറയിലേക്കൊക്കെ കടന്നിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. നമുക്കറിയാം, ഇവിടെയുള്ള ഓരോ പ്ലക്കാർഡിലും അത് പറയുന്നുണ്ട്, ജീവജാലങ്ങൾ പ്രകൃതിയുടെ അവകാശികളാണ്, വികസനത്തിന്റെ മറവിൽ പ്രകൃതിയെ നശിപ്പിക്കരുത്, കോട്ടൂളി തണ്ണീർത്തടം നമ്മുടെ ഒരിക്കലും വറ്റാത്ത ശുദ്ധജല കേന്ദ്രമാണ് എന്നതാണ്. അതായത് കോഴിക്കോടിന്റെ ജല അറ എന്നറിയപ്പെടുന്ന കോട്ടൂളി തണ്ണീർത്തടമാണ്. മാത്രമല്ല സംരക്ഷിക്കപ്പെടേണ്ട ഇനത്തിൽപ്പെട്ട നിരവധി ഈ കണ്ടൽ കാടുകളുള്ള അതീവ സംരക്ഷണ ഇനത്തിൽപ്പെടേണ്ട ഒരു പ്രദേശം കൂടിയാണ് ഈ തണ്ണീർത്തടം. പക്ഷേ അതിന്റെ പല ഭാഗവും നിലവിൽ ഭൂമാഫിയ കയ്യേറി മണ്ണിട്ട് നികത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ പോരാട്ടം, ആ പോരാട്ടം ഇനിയും തുടരുക തന്നെ ചെയ്യും. ഈ മണ്ണിട്ട് നികത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഭൂമാഫിയ കയ്യേറിയിരിക്കുന്ന ഭാഗം അത് പഴയപടി തന്നെ ആക്കണം. തങ്ങൾ നഷ്ടപ്പെട്ടു പോയ തണ്ണീർത്തടങ്ങൾ അത് തിരിച്ചു പിടിക്കണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് ഇവരൊക്കെ ഇന്ന് ഈ പരിസ്ഥിതി ദിനത്തിൽ ഇവിടെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെയുള്ള തങ്ങളുടെ പ്രദേശത്തുള്ള ആ തണ്ണീർത്തടത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഊണും ഉറക്കവുമില്ലാതെ ഒരു പറ്റം ആളുകൾ മുന്നിട്ടിറങ്ങുന്ന ഒരു വേറിട്ട കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ കഴിയും. വീണ, ശരി, വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ. ഇന്ന് ഗുരുജി സ്മൃതി ദിനം. രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകായിരുന്നു മാധവറാവു സദാശിവറാവു ഗോൾവാൾക്കർ എന്ന ഗുരുജി. ദേശഭക്തിയുടെ അമൃതവാണി മുഴക്കി ജനതയെ ജനാർദ്ദന ഭാവത്തിൽ കണ്ട് രാഷ്ട്രസേവനം നടത്താൻ ജനലക്ഷങ്ങൾക്ക് പ്രചോദനമേകിയ കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. മാധവാ നിൻ ചരണയുഗളം മാർഗദർശകമായി വരേണം മാതൃപൂജയിലൂടെ. ഡോക്ടർ ജി പാകിയ സുദൃഢമായ അടിത്തറയിൽ അതിവിശാലമായ സംഘടനാ മന്ദിരം പടുത്തുയർത്തിയ ഗുരുജി 1906 ഫെബ്രുവരി 19 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള രാംടേക്കിലാണ് ജനനം. സദാശിവ ഗോൾവൽക്കറിൻ്റെ 9 മക്കളിൽ 4ാമനായിരുന്നു അദ്ദേഹം. 1924 ഇന്റർമീഡിയറ്റ് പരീക്ഷ വിജയിച്ചു. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുന്ന സമയം മുതൽ തന്നെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയെ പോലെയുള്ള നേതാക്കളുടെ ആശയങ്ങൾ ഗോൾവൽക്കറെ സ്വാധീനിച്ചിരുന്നു. പഠനത്തിനു ശേഷം ചെറിയ കാലയളവിൽ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു. വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ ഗുരുജി എന്ന് വിളിച്ചു. ഡോക്ടർ ഹെഡ്ഗേവാറിനെ പരിചയപ്പെടുന്നതും അക്കാലത്താണ്. ഇതോടെ സംഘത്തിന്റെ ആശയങ്ങളിലേക്ക് അദ്ദേഹം ആകർഷനായി. സന്യാസദീക്ഷ സ്വീകരിച്ചെങ്കിലും തന്റെ കർമ്മമണ്ഡലം രാഷ്ട്രസേവനമാണെന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങിയെത്തി. 1940 രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ 2ാമത്തെ സർസംഘചാലകായി. പിന്നീട് ഭാരതത്തെ അറിഞ്ഞും അറിയിച്ചും നീണ്ട 33 വർഷത്തെ കഠിന തപസ്. BJPയുടെ പൂർവ്വരൂപമായിരുന്ന ജനസംഘം
വിദ്യാർത്ഥി സംഘടനയായ ABVP, ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൊന്നായ BMS, വിശ്വ ഹിന്ദു പരിഷത്ത്, വനവാസികൾക്ക് വേണ്ടി വനവാസി കല്യാണാശ്രമം എന്നിവയെല്ലാം രൂപമെടുത്തത് ഗുരുജിയുടെ ആശീർവാദത്തോടെയാണ്. 3.5 പതിറ്റാണ്ടോളം നീണ്ട സാധന കൊണ്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തെ ഭാരതത്തിനകത്തും പുറത്തുമെത്തിക്കാൻ ഗുരുജിക്ക് കഴിഞ്ഞു. രാഷ്ട്രം പ്രതിസന്ധി നേരിട്ടപ്പോഴെല്ലാം അദ്ദേഹം മാർഗദർശകനായി. വിഭജനകാലത്ത് ലുധിയാനയിലും അമൃത്സറിലും ജലന്ധറിലുമെത്തി ദുരിതം അനുഭവിക്കുന്നവർക്ക് ആത്മവിശ്വാസം നൽകി. സ്വാതന്ത്ര്യത്തിന് ശേഷം കശ്മീരിനെയും ഹൈദരാബാദിനെയും ഭാരതത്തിനൊപ്പം ലയിപ്പിക്കുന്നതിലും അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. 1973 ജൂൺ 5 ഗുരുജി ലോകത്തോട് വിട പറഞ്ഞു. സമാനതകളില്ലാത്ത ബൗദ്ധിക വ്യക്തിത്വത്തിലൂടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ അടിയുറച്ചു നിന്നുള്ള നിസ്വാർത്ഥ രാഷ്ട്രീയ സേവനത്തിൻ്റെ പാത പിൻതലമുറയ്ക്ക് തെളിയിച്ചു കൊടുത്ത കർമ്മയോഗിയായിരുന്നു ഗുരുജി. ആ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമങ്ങളോടെ ന്യൂസ് ഡെസ്ക് ജനം. അവസാനിക്കുകയാണ്. 2 മണിക്കൂർ നീണ്ടു. നമ്മൾ ചെറിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് റിപ്പോർട്ട്സാണ്. നമസ്തേ.